ഇപ്പോൾ തുടങ്ങാൻ പോകുന്നു ദേശത്തിന്റെ ഏറ്റവും വലിയ വിചാരണ, ആപ്കി അദാലത്ത്. രജത് ശർമ്മയോടൊപ്പം ആപ്കി അദാലത്തിലെ ഇന്നത്തെ നമ്മുടെ അതിഥി ഒരു രാഷ്ട്രീയ നേതാവാണ്. ഇദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ വരാറുണ്ട്. ഈ രാഷ്ട്രീയ നേതാവ് 28 വർഷമായിട്ട് രാഷ്ട്രീയത്തിലുണ്ട്. അദ്ദേഹം പാർലമെന്റ് മെമ്പറാണ്. പറയാനുള്ള കാര്യങ്ങൾ അദ്ദേഹം പേടി കൂടാതെ പറയും. അതോടൊപ്പം തന്റെ സമൂഹത്തിന് വേണ്ടി നിലകൊള്ളുകയും ചെയ്യും. പ്ലീസ് വെൽക്കം അസദുദ്ദീൻ ഒവൈസി. ഇന്ന് ആപ്കി അദാലത്തിൽ ഞാൻ വിളിക്കാൻ പോകുന്നത് നമ്മുടെ ഇന്നത്തെ ജഡ്ജിയായ ഹിന്ദുസ്ഥാൻ ടൈംസിന്റെ സീനിയർ ജേർണലിസ്റ്റ് കുങ്കും ഛതയാണ്. ആപ്കി അദാലത്തിലെ ഇന്നത്തെ വിചാരണ തുടങ്ങുന്നതിന് മുൻപ് ഇന്നത്തെ വിചാരണയ്ക്കുള്ള അനുവാദം നമുക്ക് ജഡ്ജിയോട് ചോദിക്കാം. ഇപ്പോൾ കോർട്ടിലെ വിവാദങ്ങൾ തുടങ്ങാം. ഇന്നത്തെ വിചാരണയും ചോദ്യങ്ങളും ഒക്കെ തുടങ്ങുന്നതിന് മുൻപ് അസദുദ്ദീൻ ഒവൈസിയുടെ പൊളിറ്റിക്കൽ കരിയർ നമുക്കൊരു പ്രാവശ്യം നോക്കാം. ഓൾ ഇന്ത്യ മജ്ലിസെ ഇത്തിഹാദുൽ മുസ്ലിമീൻ പ്രസിഡന്റ് അസദുദ്ദീൻ ഒവൈസി തന്റെ ബോൾഡായ സ്റ്റേറ്റ്മെന്റ് കാരണം എപ്പോഴും ചർച്ചയിലുണ്ടായിരിക്കും. सोनिया गांधी आज हुबली में है, राहुल गांधी हुबली में। अरे बात करो, मस्जिद को शहीद कर दिया, दरगाह को तोड़ दिए। हुबली में 150 बच्चे हैं, मगर शेतकर के लिए तायीद करने सोनिया गांधी आती है, जो आरएसएस से निकले और आज भी आरएसएस में है. അസദുദ്ദീൻ ഒവൈസി 1994 ആദ്യമായി ആന്ധ്രാപ്രദേശിൽ ഇലക്ഷനിൽ ജയിച്ചു. 2 പ്രാവശ്യം MLA ആയതിനു ശേഷം അസദുദ്ദീൻ ഒവൈസി 4 പ്രാവശ്യം ഹൈദരാബാദിൽ നിന്നും ലോകസഭയിലേക്ക് ജയിച്ചു. പാർലമെന്റിൽ ഇദ്ദേഹത്തിന്റെ പെർഫോമൻസിന് വേണ്ടി അസദുദ്ദീൻ ഒവൈസിക്ക് സൻസദ് രത്ന എന്ന അവാർഡ് നൽകുകയുണ്ടായി. രാഷ്ട്രീയത്തോടൊപ്പം തന്നെ അസദുദ്ദീൻ ഒവൈസി മൈനോറിറ്റിയുടെ ഉന്നമനത്തിനായി പല പ്രവൃത്തികളും ചെയ്യുന്നു. ദാറുസലാം എഡ്യൂക്കേഷണൽ ട്രസ്റ്റിന്റെ ചെയർമാൻ അസദുദ്ദീൻ ഒവൈസി എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, മാനേജ്മെന്റ്, ഒപ്പം കമ്പ്യൂട്ടർ സയൻസും പഠിപ്പിച്ചു കൊടുക്കുന്ന പല പ്രൊഫഷണൽ കോളേജുകളും ഇദ്ദേഹം നടത്തുന്നു. ഒവൈസി ഹോസ്പിറ്റലിലും പ്രിൻസസ് ഇസ്ര ഹോസ്പിറ്റലിലും ധാരാളം പേർ ചികിത്സ തേടുന്നു. കോഓപ്പറേറ്റീവ് ബാങ്ക് മുഖേന പാവങ്ങൾക്ക് ഇദ്ദേഹം സഹായം ചെയ്യുന്നു. റോയൽ ഇസ്ലാമിക് സ്ട്രാറ്റജിക് സ്റ്റഡീസ് സെന്ററിന്റെ 500 മോസ്റ്റ് ഇൻഫ്ലുവൻസസ് മുസ്ലിംസിൽ വേൾഡ് ലിസ്റ്റിൽ അസദുദ്ദീൻ ഒവൈസിയുടെ പേര് വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കും. അസദുദ്ദീൻ ഒവൈസി തന്റെ പാർട്ടിയായ AIMIMനെ നാഷണൽ ലെവലിൽ വരെ കൊണ്ടുവന്നെത്തിച്ചിരിക്കുന്നു. മഹാരാഷ്ട്ര, ബീഹാർ ഇലക്ഷനിൽ ജയിച്ച് എതിരാളികളെ പോലും അത്ഭുതപ്പെടുത്തി. ബൈ പ്രൊഫഷണൽ ഇദ്ദേഹം ഒരു ലോയറാണ്. ലണ്ടനിലെ ലിങ്കൻ ഇന്നിൽ ബാരിസ്റ്ററാണ്. അസദുദ്ദീൻ ഒവൈസി ആപ്കി അദാലത്തിൽ തനിക്കെതിരായ കുറ്റങ്ങളെ സ്വയം വാദിക്കുന്നതായിരിക്കും. വരൂ, ഇന്നത്തെ വിചാരണ നമുക്ക് തുടങ്ങാം. ആപ്കി അദാലത്തിൽ ബാരിസ്റ്റർ അസദുദ്ദീൻ ഒവൈസിയുടെ മേൽ ചുമത്തപ്പെട്ട ആദ്യത്തെ കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ AIMIMന്റെ പ്രസിഡന്റ് അസദുദ്ദീൻ ഒവൈസിയുടെ മേൽ ചുമത്തപ്പെട്ട കുറ്റാരോപണം ഇദ്ദേഹം ഒരു ആക്സിഡന്റൽ പൊളിറ്റീഷ്യനാണ് എന്നുള്ളതാണ്. ഒവൈസി സാർ, താങ്കൾക്ക് രാഷ്ട്രീയത്തിൽ വരാനുള്ള താല്പര്യം ഒന്നും ഉണ്ടായിരുന്നില്ല. ക്രിക്കറ്ററാകാനായിരുന്നു ആഗ്രഹം. താങ്കളൊരു ഫാസ്റ്റ് ബോളർ ആണെന്ന് ഞാൻ കേട്ടു. നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾക്കോ എനിക്കോ അല്ലാണ്ട് ആർക്കും വിധിയൊന്നും തീരുമാനിക്കാൻ കഴിയില്ലല്ലോ. ദൈവമല്ലേ എല്ലാം തീരുമാനിക്കുന്നത്. അപ്പോൾ എൻ്റെ കൊച്ചു പ്രായത്തിൽ ഞാൻ നല്ലപോലെ ക്രിക്കറ്റ് കളിക്കുന്ന ആളായിരുന്നു. ഒരു ക്രിക്കറ്റർ ആവണമെന്നായിരുന്നു ആഗ്രഹം എൻ്റെ. പിന്നെ വീട്ടിലുള്ള എല്ലാവരും എന്നോട് നന്നായിട്ട് പഠിക്കണം, പഠിത്തമാണ് എല്ലാം എന്നാണ് പറഞ്ഞു തന്നത്. അതിനുശേഷം അച്ഛൻ പറയുന്നത് മുഴുവനും കേട്ടാണ് വളർന്നത്. അച്ഛൻ പറഞ്ഞതുപോലെ നല്ലപോലെ ഞാൻ പഠിക്കാനായിട്ട് പുറത്തുപോയി. താങ്കൾ 6 വിക്കറ്റ് എടുത്ത ആ മാച്ച് താങ്കൾക്ക് ഓർമ്മയുണ്ടോ? അതെ, അത് ഉസ്മാൻ യൂണിവേഴ്സിറ്റി വേഴ്സസ് ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിക്ക് നടന്ന ഇന്റർവാർസിറ്റി ഫൈനൽ മാച്ച് ആയിരുന്നു. ഉസ്മാൻ യൂണിവേഴ്സിറ്റിയുടെ ഗ്രൗണ്ടിലായിരുന്നു അത് സംഭവിച്ചത്. ഞാൻ ഉസ്മാൻ യൂണിവേഴ്സിറ്റിയുടെ ഓപ്പണിംഗ് ബൗളറായിരുന്നു. ആ മാച്ചിൽ എനിക്കൊരു 6 വിക്കറ്റോളം കിട്ടിയിരുന്നു. അതിൻ്റെ ഒപ്പം ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വെങ്കടേഷ് ആയിരുന്നു ഓപ്പണിംഗ് ബൗളിംഗ് ഒക്കെ ചെയ്തിരുന്നത്. അദ്ദേഹത്തിന് 1-2 വിക്കറ്റൊക്കെ കിട്ടി. പക്ഷേ സൗത്ത് സോണിൽ എനിക്കായിരുന്നു കിട്ടിയത്, അദ്ദേഹത്തിന് കിട്ടിയില്ല. അതിനുശേഷം എൻ്റെ
ക്രിക്കറ്റ് കരിയർ തീർന്നു. അദ്ദേഹത്തിന് ക്രിക്കറ്റിന് ഒരു വലിയ നഷ്ടമാണ് ഏർപ്പെടുത്തിയത്. ഞങ്ങൾക്ക് നല്ലൊരു ബോളറിനെ നഷ്ടമായി. ഇല്ല, എനിക്ക് കുറെ ലാഭം കിട്ടി. എങ്ങനെ അറിയാതെ? ഇതാ നോക്കൂ, ക്രിക്കറ്റിൽ അല്ല കളിയിലൊന്നും എന്താ സംഭവിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സ് എല്ലാവരും മാഷാല്ലാ എല്ലാവരും നല്ല പ്ലെയർ ആയിരുന്നു. നല്ല ബാറ്റ്സ്മാൻ ഉണ്ടായിരുന്നു, നല്ല ബൗളേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ എല്ലാവരുടെയും ജീവിതം ഇങ്ങനെ ഒരു ജേണി അല്ലേ. ആ ജേണി എങ്ങോട്ടാണ് വിളിച്ചുകൊണ്ട് പോകുന്നതെന്ന് ഒരിക്കലും ആർക്കും അറിയില്ലല്ലോ. അതിനുശേഷം താങ്കൾ വക്കീലാകാൻ ആഗ്രഹിച്ചു. അതെ, ഞാൻ ലോ ആണ് പഠിച്ചത്. ലണ്ടനിൽ ഞാൻ LLB ചെയ്തിരുന്നു. പിന്നെ ലിങ്കൺ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ ഭാരതിലാണ് പഠിച്ചിരുന്നു. പിന്നെ US പോയിട്ട് ഞാൻ എല്ലാം പഠിക്കണമെന്ന് ആലോചിച്ചപ്പോഴേക്കും അച്ഛൻ വിളിച്ചിട്ട് പാരിസ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു എൻ്റെ അടുത്ത്. അദ്ദേഹം പറഞ്ഞതുകൊണ്ട് ഞാൻ പാരിസ് പഠിച്ചു. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പോലെ ഞാൻ എല്ലാം നല്ല രീതിക്ക് തീർത്തു. പക്ഷേ ഞങ്ങൾക്ക് എല്ലാവർക്കും കുറച്ച് സങ്കടമുണ്ട്. താങ്കൾ നല്ലൊരു ബെർലിൻ സ്റ്റുഡൻ്റ് ആയിരുന്നു. മക്ഡൊണാൾഡ്സിൽ താങ്കൾ ജോലി ചെയ്തു, ഓക്സ്ഫോർഡിൽ സ്റ്റോർസിലൊക്കെ ജോലി ചെയ്തിരുന്നു. അതെ, അവിടെയുള്ള എല്ലാവരും ചെയ്യും. അവിടെ പോകുന്ന എല്ലാ സ്റ്റുഡൻസ് ഇത് ചെയ്തിരിക്കുന്നാണുള്ളത്. അക്കാലത്ത് താങ്കൾ എത്രത്തോളം ഹാൻസം ആയിരുന്നു എന്നുള്ളതിന് തെളിവായ ഒരു ഫോട്ടോ ഉണ്ട്. അത് ജനങ്ങളെ കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്നങ്ങനെയല്ല, ഇന്ന് ഒട്ടും അങ്ങനെയല്ല. ഇപ്പോഴും താങ്കൾ ഹാൻസം ഒക്കെ തന്നെയാണ്. പക്ഷേ രാഷ്ട്രീയത്തിന് വേണ്ടി താങ്കൾ തൊപ്പിയും താടിയും പൈജാമയൊക്കെ ഇട്ടിരിക്കുക. അല്ലല്ല, ഒരിക്കലും രാഷ്ട്രീയത്തിന് വേണ്ടിയല്ല. ഇത് ഹൈദരാബാദിന്റെ ട്രഡീഷണൽ കൾച്ചർ എന്നൊക്കെ പറയാം. എനിക്കിത് വളരെ കംഫർട്ടബിൾ ആണ്. ഞാൻ രാഷ്ട്രീയത്തിന് വേണ്ടി ഇടുന്നതല്ല ഇത്. പക്ഷേ രാഷ്ട്രീയത്തിലേക്ക് താങ്കൾ എങ്ങനെയാണ് വന്നത്? ഞാൻ 1994 പഠിച്ചിട്ട് തിരിച്ചു വരുന്ന സമയത്ത് അന്ന് എൻ്റെ അച്ഛനും പിന്നെ പാർട്ടിയിലുള്ള വലിയ വലിയ ആൾക്കാരും എന്നെ ഇരുത്തി മനസ്സിലാക്കി തന്നു. അതായത് രാഷ്ട്രീയത്തിന് കുറെ പഠിപ്പുള്ള ആൾക്കാരും വേണമല്ലോ. അതിനുള്ള എല്ലാ ടാലന്റും അള്ള എനിക്ക് വേണ്ടി തന്നിട്ടുണ്ടല്ലോ. നീ പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുക, നിന്റെ കടമ എന്താന്ന് വെച്ചാൽ ചെയ്യ്. 94 ഇലക്ഷനിൽ നിൽക്കുമ്പോൾ ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ഒരു MLA ജയിച്ചിരുന്നുള്ളൂ. അപ്പോൾ സിംഗിൾ MLA ആയതുകൊണ്ട് 5 വർഷം കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ടായിരുന്നു ഇതിനുവേണ്ടി. 94 MLA ആയതുകൊണ്ട് പിന്നെ 96 പാർലമെന്റ് ഇലക്ഷനും വന്നിരുന്നു. കുറച്ച് ശ്വാസം വിട്ട് തീർക്കുന്നതിന് ഇപ്പുറം 98 പാർലമെന്റ് ഇലക്ഷനും വന്നു. പിന്നെ 99 മറ്റൊരു ഇലക്ഷൻ. അതിനുശേഷം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, അതായത് ഈ ഇസ്ലാമിക് കാലണ്ടർ വഴി നോക്കിയാൽ ഞാൻ സഫർ മാസത്തിലാണ് ജനിച്ചത്. സഫറിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ജേണിയാണ്. നീ എന്തുകൊണ്ടാ വീട്ടിൽ ഇരിക്കാത്തതെന്ന് അമ്മ എപ്പോഴും ചോദിക്കുന്നു. സഫർ മാസത്തിൽ ജനിച്ചത് കൊണ്ട് എപ്പോഴും ഇങ്ങനെ ഓട്ടത്തിലാന്ന് ഞാനും അമ്മയുടെ അടുത്ത് പറയുമായിരുന്നു. താങ്കളുടെ ഭാര്യയും ശരിക്കും ഫീൽ ചെയ്തു കാണുമല്ലോ. കാരണം കല്യാണം കഴിഞ്ഞ അടുത്ത ദിവസം തന്നെ താങ്കൾ വിധാനസഭയിൽ സ്പീച്ചിന് വേണ്ടി പോയിരുന്നു എന്ന് കേട്ടു. അതെ, നിങ്ങള് ഇതൊക്കെ എങ്ങനെയാ പറയുന്നത് രജിത് സാർ? പഴയ ഈ കഷ്ടമൊക്കെ എടുത്ത് പിന്നെയും കഷ്ടപ്പെടുന്നത് നിങ്ങളുടെ ശീലമല്ലേ? നിങ്ങൾ നിങ്ങളുടെ വീട്ടിലോട്ട് സന്തോഷിച്ചു പോകും, ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകേണ്ടതല്ലേ. അതുകൊണ്ട് വീട്ടിലുള്ളവരൊക്കെ ആ സമയമൊന്നും പറഞ്ഞാൽ കേൾക്കൂല. അതൊരു വീക്ക് പോയിന്റ് ആയിട്ട് അവരെടുക്കും. പിന്നെ നിങ്ങൾക്കെതിരെ കുറച്ച് സംസാരിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓഡിയൻസിൽ നിന്ന് ആർക്കെങ്കിലും ചോദ്യം ചോദിക്കണോ? ചോദിക്കാം. റീസെന്റ് UAE ഒരു വലിയ ഹിന്ദു ക്ഷേത്രം പണി കഴിപ്പിച്ചല്ലോ. എല്ലാം മോഡിജിയുടെ ഹാർഡ് വർക്ക് അല്ലേ? ഇത് നടന്നതുകൊണ്ട് നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്നോ ഇല്ലയോ? ഇല്ല, ഞാൻ UAEക്ക് എപ്പോഴാണോ രാജാവുന്നത് അപ്പോഴേ ഇതിനുള്ള ഉത്തരം പറയാൻ കഴിയുള്ളൂ. കാരണം UAE എന്റേതല്ലല്ലോ. അല്ല, അവരുടെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഇത് കാരണം താങ്കൾ സന്തോഷപ്പെടുന്നുണ്ടോ അത് സന്തോഷമായിട്ടിരിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഈ UAE എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രാറ്റജിയുടെ പാർട്ട്ണർ അല്ലേ. UAEയിൽ നമ്മുടെ ലക്ഷക്കണക്കിനുള്ള ഇന്ത്യൻ ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്. ഫോറിൻ എക്സ്ചേഞ്ചിന് വേണ്ടി പോകുന്നുണ്ട്. അതായത് ഇവിടെ മോഡി സാർ ഒരു അമ്പലം പണിയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവരതിനുള്ള പെർമിഷൻ തന്നിട്ടുണ്ട്. സോ ഇപ്പോൾ 2 കൺട്രിയുടെ റിലേഷൻഷിപ്പ് നല്ല രീതിക്കായിരിക്കും. ഇപ്പോൾ 2 കൺട്രിയും ഫ്രണ്ട്ലി ആയതുകൊണ്ട് അവിടുന്ന് ഫോറിൻ എക്സ്ചേഞ്ച് ഒക്കെ നമുക്ക് എളുപ്പത്തിൽ നടക്കും. അവർ നമ്മുടെ ട്രേഡ് പാർട്ട്നേഴ്സ് ആണ്. ഇപ്പോൾ ഇന്ത്യക്ക് ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ എളുപ്പത്തിൽ കിട്ടാനുള്ള സാധ്യത. കാരണം ഇപ്പോഴൊക്കെ ധാരാളം പേര്, ഉദാഹരണത്തിന് ജാവേദ് അക്തർ സാബല്ലേ, അദ്ദേഹം ജയ് ശ്രീറാം പറയാൻ തുടങ്ങിയിരിക്കുന്നു. അദ്ദേഹം എപ്പോൾ തൊട്ടാ ഈ വിശ്വാസമൊക്കെ കൊണ്ടുവന്നു? കാരണം അദ്ദേഹം ഒരു ഏത്തിസ്റ്റ് അല്ലായിരുന്നോ? അതൊരു നോൺ ഫാക്റ്റാണ്. അദ്ദേഹം തന്നെ അത് പറഞ്ഞിട്ടുള്ളതാ. അദ്ദേഹത്തിന് ദൈവവിശ്വാസം ഇല്ലെന്നാ. പിന്നെ മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയിൽ ഡെമോക്രസി എന്നൊന്നുണ്ടെങ്കിൽ അതിന്റെ പ്രധാന കാരണം ഹിന്ദുക്കളാണെന്ന്. അല്ല, അദ്ദേഹം നുണ പറഞ്ഞതാ. ഡെമോക്രസി ജീവനോടെ ഉണ്ടെങ്കിൽ, അതായത് ഡെമോക്രസി ഉണ്ടെന്ന് വെച്ചാൽ അംബേദ്കർ ഉണ്ടാക്കിയ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളവരെ അത് ഉണ്ടാവുമെന്നാ തോന്നുന്നത്. കാരണം കോൺസ്റ്റിറ്റ്യൂഷനാണ് ഗൈഡ് ചെയ്യുന്നത്. കാരണം ഒരു കമ്മ്യൂണിറ്റി വെച്ച് ജനങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എനിക്ക്. ഇനി ഒരു നാടിനെ ഗൈഡ് ചെയ്യണമെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനെ കൊണ്ടേ അതിന് പറ്റുള്ളൂ. നമ്മുടെ നാട് നല്ല ന്യൂട്രൽ ആയിട്ടല്ലേ ഉള്ളത് ഈ കാര്യത്തിൽ. ആ കോൺസ്റ്റിറ്റ്യൂഷൻ നല്ല രീതിയിൽ ജീവനോടെ ഉള്ളവരെ ജനങ്ങളുടെ വീര്യം ഉണ്ടാവും. പക്ഷെ അത് കുറഞ്ഞിട്ടില്ലെന്നും പറയാം. അങ്ങനെ തന്നെ ഉണ്ട്. താങ്കൾ കുറയുന്നു എന്ന് പറയുന്നു. പക്ഷേ ഇസ്ലാമിലുള്ള മത പുരോഹിതന്മാർ പറയുന്നത്, റീസെന്റായിട്ട് ബറേലിയിലെ പുരോഹിതൻ പറയുന്നത്, മൗലാന സാബുദ്ദീൻ റിഷ്വി, അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സെക്കുലർ എന്ന് പറയുന്നവർ മുസ്ലിംസിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മോദിക്ക് വോട്ട് ചെയ്യാൻ പറയുന്നു.
അപ്പോൾ മോഡിജിയുടെ അടുത്തുനിന്ന് MP സീറ്റ് മേടിച്ച് MP ഇലക്ഷനിൽ ജയിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. UPയുടെ ടിക്കറ്റ്സൊക്കെ നിങ്ങൾ ചോദിച്ച് മേടിക്കണ്ടേ? ഡെപ്പോസിറ്റ് ചെയ്യിച്ചാൽ എന്നെ പിന്നെ ഇങ്ങോട്ട് ഇൻ്റർവ്യൂവിനോട്ട് വിളിക്കണം കേട്ടോ. ആ മൗലാന എന്ന് വെച്ചാൽ പിന്നെയും തിരിച്ച് പറഞ്ഞല്ലേ പറ്റുള്ളൂ. ഭക്ഷണം കഴിച്ചതല്ലേ, ഇനി അപ്പോൾ നിങ്ങൾ പറഞ്ഞേ പറ്റുള്ളൂ. പക്ഷേ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ കാലം വളരെയധികം മാറിപ്പോയി. ആദ്യമൊക്കെ ജനങ്ങൾ മുസ്ലിങ്ങളെ പറ്റിയും മുസ്ലിം വോട്ടിനെ പറ്റിയാണ് പറയുന്നത്. ഇപ്പോൾ ഹിന്ദുക്കളുടെ വോട്ടിനെക്കുറിച്ചും രാമക്ഷേത്രത്തിനെ പറ്റിയാണ് സംസാരമല്ല. 2014 മോദിജിയുടെ സ്പീച്ചിൽ മോദിജി എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി അതിനുശേഷം അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ, നിങ്ങൾക്കൊരു നല്ല കാര്യം പറയാം, അതായത് മുസ്ലിംസിന്റെ വോട്ടൊക്കെ ഫേക്ക് ആണെന്നുള്ള ആ കാര്യം പൊട്ടിച്ചതായിരുന്നു. മുസ്ലിംസിന്റെ വോട്ട് ബാങ്കാന്നുള്ളത് ഒരു മിത്താണ്. അത് വെറും ചിന്ത മാത്രം, അങ്ങനെ ഒരു കാര്യം ഉള്ളതേ പോലും ഇല്ല. ഈ നാട്ടിൽ മെജോറിറ്റി ആയിട്ട് എല്ലാവർക്കും വോട്ടുള്ള കാര്യം ഉള്ളത് തന്നെയാണ്. പക്ഷേ മുസ്ലിംസിന് നല്ല കാര്യം എന്താന്ന് വെച്ചാൽ, നിങ്ങൾക്കാണ് എല്ലാ വോട്ടും കിട്ടിയത്, നിങ്ങൾക്കൊരു വോട്ട് ബാങ്ക് ഉണ്ടെന്നും പറയുന്നു. പക്ഷെ അങ്ങനെ ഒരു വോട്ട് ബാങ്ക് ഇല്ലല്ലോ. ഒരു പക്ഷേ ഒരു വോട്ട് ബാങ്ക് ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു MP എങ്ങനെ ജയിച്ചിരിക്കും നിങ്ങൾ പറ. അതിനൊപ്പം മോഡി സർക്കാർ എല്ലാ മുസ്ലിംസിനെയും നോർമലൈസ് ചെയ്ത് തന്നിട്ടുണ്ടല്ലോ. അദ്ദേഹം മുസ്ലിംസിന്റെ വോട്ടിനെ കുറിച്ച് സംസാരിക്കത്തേ ഇല്ല, ആർക്കും ടിക്കറ്റ് കൊടുക്കുന്നുമില്ല. അദ്ദേഹത്തിന്റെ അടുത്ത് മുസ്ലിംസ് MP ഇല്ല, മുസ്ലിംസിന്റെ മിനിസ്റ്ററും ഇല്ല. ഇത് തന്നെയാണ് സത്യം. BJPക്ക് അതിന്റെ ആവശ്യവും ഇല്ല. പൊളിറ്റിക്കലി സോഷ്യലി അവരെല്ലാവരും നോർമലൈസ് ചെയ്തിരിക്കുവാണ്. ഈ നാട്ടില് മുസ്ലിംസിന്റെ മൈനോറിറ്റി തന്നെ അവർ മാർജിനൈസ് ചെയ്തു. പക്ഷേ ഇപ്പോൾ തേജസ്വി യാദവ് എന്താ പറയുന്നത് വെച്ചാൽ എല്ലാവരെയും ഒരേ രീതിയിലാണ് കാണുന്നത് എന്ന്. ഇല്ല, അവരുടെ വേദന എന്താന്ന് വെച്ചാൽ, യാദവാണ് പ്രധാനമന്ത്രി ആവേണ്ടത്, മുസ്ലിംസ് ഒക്കെ ഫോളോവേഴ്സ് ആയിട്ടാണ് ഇരിക്കേണ്ടത്. അവർ യാദവിനെയാണ് വിശ്വസിക്കുന്നത്. ഭരണത്തിൽ വരുന്നവരെ മുസ്ലിംസിനെ യൂസ് ചെയ്തിട്ട് പിന്നെ അതിനുശേഷം ഇങ്ങനെ പറഞ്ഞു വിട്ടേക്കുവാണ്. പക്ഷേ ബീഹാറിൽ താങ്കൾ പോയ സമയത്ത് താങ്കളുടെ MLA തന്നെ താങ്കളെ വിട്ടിട്ട് പോയി. അവിടെയുള്ള MLAസിനെയൊക്കെ RDG ഇങ്ങനെ മേടിച്ചിരിക്കുവല്ലായിരുന്നോ? അവിടെ 5 MLAs ആണ് ജയിച്ചത്. ഞങ്ങൾ 4 വർഷത്തെ കഷ്ടമാണ് അനുഭവിച്ചത്. അതിൻ്റെ ഒപ്പം ആ 5 MLAs ഹിമാചലിലുള്ള ഒരു ബാക്ക്വേർഡ് ഏരിയ ആണ്. അവിടെ ഞങ്ങളുടെ MLAസാ ജയിച്ചേ. ആരംഭകാലം തൊട്ട് ലാലുജി അതിനുവേണ്ടി പ്രയത്നമായിരുന്നു. ഞാൻ ദാ ഇവിടെ പറയുന്നു, അദ്ദേഹം ജയിലിൽ നിന്ന് അതിനുവേണ്ടി എന്നെ ഫോൺ വിളിച്ചത്. പക്ഷെ അദ്ദേഹത്തിന്റെ ഫോൺ ഞാൻ എടുക്കത്തില്ല. അവിടെ ഉള്ളവരൊക്കെ വേറെ ഏതെങ്കിലും ഒരു ഫോണിൽ വിളിച്ചാൽ മതി എന്നൊക്കെ പറയും. എന്തുകൊണ്ടാണ് സംസാരിക്കാത്തതെന്നൊക്കെ ചെയ്യും. കാരണം എല്ലാവരും ആ ലോകത്തുള്ളവർ കേൾക്കുന്നതല്ലേ പറയുന്നത്. ജയിലിലുള്ളവരുടെ അടുത്ത് ഞാൻ എന്തിനാ സംസാരിക്കേണ്ടത്? പിന്നെ അതിനുശേഷം അവർ ആൾക്കാരൊക്കെ വിട്ട് സംസാരിച്ച് ഞാൻ എന്തിനാ സംസാരിക്കേണ്ടത്? അവരുടെ ആൾക്കാർ വന്ന് നിങ്ങളുടെ MLA അടുത്ത് കൊടുക്കാൻ പറഞ്ഞ് ഞാൻ എന്തിനാ കൊടുക്കണ്ടേ? അവിടെ ഞങ്ങളുടെ 5 MLAs ആയിരുന്നു ജയിച്ചത്. 4 MLAs അവർ നാണം പോലും ഇല്ലാണ്ട് അങ്ങോട്ട് മേടിച്ചെടുത്തു. അത് മേടിച്ചതിന് ശേഷം സീമാച്ചലിന് വേണ്ടി എന്താ ചെയ്തത്? സീമാച്ചലിന് വേണ്ടി ഒരു നല്ല കാര്യവും ചെയ്തിട്ടില്ല. പിന്നെ എന്ത് ചെയ്യാനാ? ഭരണമൊക്കെ അവരുടെ പക്കത്തിലോട്ട് പോയി. ഇപ്പൊ നിങ്ങൾ തേജസ്വിയുടെ അടുത്താണ് പോയി ചോദിക്കേണ്ടത്, ഹൗ ഡു യു ഫീൽ എന്ന്. ഇപ്പൊ അദ്ദേഹം നല്ല സന്തോഷത്തിലായിരിക്കുമല്ലോ. ഇതിൽ തേജസ്വി എന്ത് തെറ്റായത്? അദ്ദേഹത്തിന്റെ ചിറ്റപ്പനല്ലേ പാർട്ടി മാറിയത്? ഞാൻ 19 സീറ്റിന് മാത്രം വഴക്കിടുമ്പോൾ ഞാൻ വോട്ട് പിരിക്കാനാണെന്ന് പറയുന്നത്. പക്ഷേ നിങ്ങൾ BJPക്ക് 2 പ്രാവശ്യം ഭരണം കൊടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ അദ്ദേഹം രാജാവ് ഹരിചന്ദ്ര. ഇതൊക്കെ എന്താണെന്ന് നിങ്ങൾ തന്നെ പറ. ഇവിടെയുള്ള പൊളിറ്റിക്കൽ ഓപ്പോസിഷൻ ഒരു കാര്യം നല്ലപോലെ തീരുമാനിക്കുന്നുണ്ട്. ഈ നാട്ടിൽ ഒരിക്കലും ഒരു മുസ്ലിം ലീഡർ ഉണ്ടാവാൻ പാടില്ലെന്നുള്ള കാര്യമാണ് അവർ അങ്ങനെ തീരുമാനിക്കുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ ധാരാളം ലീഡേഴ്സ് ഉണ്ട്. ഉദാഹരണത്തിന് മമതാ ബാനർജി. അവരെ എല്ലാവരും മുസ്ലിംസിന്റെ വെൽവിഷർ എന്നാണ് വിളിക്കുന്നത്. അതിന് താങ്കൾ എങ്ങോട്ടാ വിളിച്ചോണ്ട് പോകുന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ എന്നെ എങ്ങോട്ട് വിളിച്ചോണ്ട് പോയാലും ഞാൻ ഉത്തരം പറയുക, വിഷമിക്കണ്ട. അത് കറക്റ്റ് തന്നെയാ. നമ്മൾ മാൾഡയ്ക്കോ അല്ലെങ്കിൽ മുർഷിദാബാദിലോട്ടെങ്ങാനും പോയാൽ നിങ്ങൾ അവിടെ പോയി നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഈ നിലത്തിലുള്ള വെള്ളം പോലും WHO ലിമിറ്റിനേക്കാൾ ആർസനിക്ക് കൂടുതലുള്ളതാണ്. ഒരു പക്ഷേ നിങ്ങൾ അങ്ങോട്ട് പോയി നോക്കിയാൽ മുസ്ലിംസ് പെണ്ണുങ്ങളുടെ വിരലൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ ആ വിരലിന്റെ നടുക്കൊക്കെ ഇങ്ങനെ ചെയ്ത് അവരുടെ കൈ മൊത്തവും പുണ്ണായിരിക്കും. സെക്യൂരിലിസം എന്ന് പറയുന്നത് എവിടെയുണ്ട് ഈ സെക്യൂരിലിസം? എന്ത് സെക്യൂരിലിസം ചെയ്യുന്നത് നിങ്ങള്? നിങ്ങളുടെ ഗവൺമെന്റ് എംപ്ലോയ്മെന്റിൽ എന്തോ ഒരു നാടാണുള്ളത്. സോ മുസ്ലിംസ് കമ്മ്യൂണിറ്റി ഒക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യമായിരുന്നു. കാരണം നിങ്ങളെയൊക്കെ അവർ ഉപയോഗിക്കുകയാണ്. നിങ്ങളാണ് നിങ്ങളുടെ ലീഡർഷിപ്പിനെ തെരഞ്ഞെടുക്കേണ്ടതൊക്കെ. പക്ഷെ അവിടെയുള്ള ജനങ്ങളാണെങ്കിൽ എൻ ബ്ലോക്ക് വോട്ട് ചെയ്യും. അതെ അവർ കൊടുക്കുന്നുണ്ട്. കൊടുത്തേ പറ്റുള്ളൂ. കാരണം അവർക്ക് വേറെ ഒരു ഓപ്ഷനും ഇല്ല. അവരെന്താ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ കോൺഗ്രസ് അവരുടെ CPM ഒന്നും ചെയ്യത്തില്ല. ലെഫ്റ്റ് ഫ്രണ്ടിന്റെ ഗവൺമെന്റ് ആയിരുന്നു. അവിടെയുള്ള സോഷ്യൽ എക്കണോമിക് ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ ബംഗാളിന്റെ മുസ്ലിംസ് ഒക്കെ വളരെ പാവങ്ങളായിരുന്നു. ആരെ കൊണ്ടും അതിനെ തടയാൻ കഴിയില്ല. കാരണം അതിന്റെ ഡേറ്റ ഉണ്ടല്ലോ. അതിനൊപ്പം നിങ്ങൾ എന്തോ ഒരു ബഡ്ജറ്റാണ് തരുന്നത്. ബഡ്ജറ്റ് കുറവല്ലേ? പക്ഷേ മുസ്ലിംസിന് സിംബോളിസം എന്ന് വെച്ചാൽ വളരെ ഇഷ്ടമാണ്. ഇപ്പോൾ റംസാനൊക്കെ വന്നാൽ ചീഫ് മിനിസ്റ്റർ അദ്ദേഹത്തിന്റെ തലയിലൊക്കെ നല്ലപോലെ തുണി ഇങ്ങനെ ചുറ്റിക്കൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാൻ എന്ന് പറഞ്ഞിങ്ങനെ പറയുമ്പോൾ എല്ലാവർക്കും സന്തോഷമാണ്. ബിസ്മില്ലാ റഹ്മാൻ റഹീം എന്നാണ് പറയുന്നത്. ജനങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് ഒരു ചിന്തയില്ല ഇവർക്ക്. അതിനെക്കുറിച്ച് വിഷമവുമില്ല.
സോ ഇതെല്ലാം കൂടെ നിങ്ങൾ വോട്ടിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ അവർക്ക് എന്തെങ്കിലും ഫലമൊക്കെ കിട്ടണ്ടേ ഇതുകൊണ്ടൊക്കെ? ഒരു ഫലവും അവർക്ക് കിട്ടുന്നില്ല. ഇപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഒരു പ്രശ്നം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ. സജൻ അദ്ദേഹം തന്നെയാ. ഇതുപോലത്തെ ആൾക്കാരൊക്കെ നിങ്ങൾ എന്തിനാ പ്രൊമോട്ട് ചെയ്യുന്നത്? എന്തിനാ അവരൊക്കെ ഇങ്ങനെ വളർത്തിവിടുന്നത്? എല്ലാവരും ഒരുമിച്ചാ ഉള്ളതെന്നുള്ള കാര്യം കാണിക്കാൻ BJPക്ക് ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ആ ഷാജാൻ ഷേഖിന്റെ 2 ഫ്രണ്ട്സ് ഹിന്ദുവാണ്. അപ്പോ ഇതുപോലത്തെ കാര്യമൊക്കെ ഞാൻ മാൾഡയിലും മുർഷിദാബാദിലും ഒക്കെ പോയി നേരിട്ട് കണ്ടിട്ടുള്ള ഒരാളാ. അവസ്ഥ വളരെ മോശം. എല്ലാവരും BJPയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അശോക് ചവാനും BJPയിലേക്ക് പോയി. ഇപ്പോ UPയിൽ എത്രയാണ് സമാജ്വാദ് പാർട്ടിയുടെ അപ്പർ കാസ്റ്റ് MLAs ഒക്കെ ഉണ്ടായിരുന്നോ, അവർ BJPക്ക് കാൻഡിഡേറ്റ് വോട്ട് ചെയ്തിട്ടുണ്ട്. ജെയിൻ ചൗധരി സാറിന്റെ പാർട്ടിയിൽ 9 MLAക്കള് 2 മുസ്ലിംസാ. അവരും BJPക്ക് തന്നെ വോട്ട് ചെയ്തത്. അശോക് റാവു ചവാൻ എപ്പോഴും എന്നെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. അതായത് ഞാൻ എപ്പോഴൊക്കെ നന്ദത്തിലോട്ട് പോകുന്നോ B ടീം എത്തി ഇദ്ദേഹത്തിനടുത്ത് സൂക്ഷിച്ചിരിക്കണമെന്നാണ് പറയുന്നത്. ഞാൻ വരാൻ പാടില്ലെന്ന് ആര് പറഞ്ഞോ അവർ തന്നെയാ പോയി ഇപ്പോൾ ഭരണത്തിൽ ഇരിക്കുന്നത്. ഇപ്പോഴല്ലേ ഓരോ സത്യമായിട്ട് പുറത്തു വരുന്നതൊക്കെ. അതിന്റെ ഒപ്പം സെക്യൂരിലിസം എന്ന് പറഞ്ഞ പേരിലൊക്കെ എന്താ സംഭവിക്കുന്നുള്ള കാര്യം ഇപ്പോഴല്ലേ പുറത്തു ഹിമാചൽ വരുന്നത്. പ്രദേശില് സർക്കാർ തന്നെ വീണുപോയല്ലോ. രാഷ്ട്രീയം മുഴുവനും നശിച്ചുപോയി. രാഷ്ട്രീയം മൊത്തത്തിൽ നശിച്ചെന്നാണുള്ളത്. നന്നായി ഒരു 10-15 ദിവസം മുമ്പ് ഞാൻ ഹിമാചലിലോട്ട് പോയില്ലായിരുന്നു. ഇല്ലെങ്കിൽ ഞാനും അങ്ങനെയൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ എന്റെ മേത്ത് എല്ലാവരും കുറ്റം കിട്ടിയാണ്. പക്ഷെ ഇവരുടെ MLAs ഒക്കെയാണ്. ഇവരുടെ MLAs ഒക്കെ തന്നെയാ പോകുന്നത്. ക്രോസ് വോട്ടിങ്ങും ചെയ്യുന്നുണ്ട്. അതിന്റെ ഒപ്പം ആവശ്യമില്ലാത്ത കാര്യം കൊണ്ട് അഭിഷേക് മനു സിംഗ് വിശാരനെയും തോൽപ്പിച്ചു. അദ്ദേഹം വളരെ നല്ല ലോയറാണ്. അദ്ദേഹത്തിനെയും തോൽപ്പിച്ചില്ലേ? ഇതൊക്കെ ഇവരുടെ തെറ്റ് തന്നെയാണ്. ഞാൻ പറഞ്ഞു വന്ന കാര്യവും ഇത് തന്നെയാണ്. നിങ്ങളുടെ അടുത്ത് കരേജ് ഓഫ് കൺവിക്ഷൻ ഇല്ലെന്നേ. നിങ്ങൾ നരേന്ദ്രമോദിയുടെ ഒക്കെ ഐഡിയോളജി എതിർത്താൽ മാത്രമാണ്, എന്നാൽ മാത്രമേ നിങ്ങൾക്കൊരു ചാൻസ് കിട്ടത്തുള്ളൂ. പക്ഷെ നിങ്ങൾ എന്താ പറയുന്നത്? അദ്ദേഹത്തിനേക്കാൾ ഹിന്ദുത്വമാണ് വലിയ ലീഡേഴ്സ് എന്നൊക്കെ. അങ്ങനെ തന്നെ അനുഭവിക്കൂ. മതത്തിന്റെ തലവന്മാരുണ്ടാവും, ദാക്കൂർസ് ഉണ്ടാവും, ബ്രാഹ്മണന്മാരുണ്ടാവും, യാദവന്മാരുണ്ടാവും, കുർമിയറുകളുണ്ടാവും, കുഷ്വാക്കകളുണ്ടാവും, മറാഠകളുണ്ടാവാം, ദളിത് കാസ്റ്റിൽ പോലും OBCയിലും തലവന്മാരുണ്ടാവും. OBCയിൽ ശരിക്കും തലവന്മാരുണ്ടായിരിക്കാം. നാടിന്റെ പ്രധാനമന്ത്രി പാർലമെന്റിൽ നിന്നുകൊണ്ട് എല്ലാവരേക്കാൾ ഞാനാണ് വലിയ OBC എന്ന് പറഞ്ഞാൽ. പക്ഷെ മുസ്ലിംസിലോട്ട് ഒരു ലീഡർ പോലും ഇല്ലട്ടോ. സർ, 17 കോടി മുസ്ലിംസ് ഉണ്ട് ഇവിടെ. പക്ഷെ പൊളിറ്റിക്കൽ ലീഡേഴ്സിൽ ആരും തന്നെ ഇല്ല. ഡെമോക്രസിക്ക് ഇത് നല്ല കാര്യം തന്നെയാണോ? താങ്കളും 28 വർഷങ്ങളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് ലീഡർഷിപ്പ് കിട്ടുന്നില്ല? സർ ഇതിന്റെയൊക്കെ കാരണം 28 വർഷം. സാർ, ഒരു കാര്യമുണ്ട്. അതായത് 40 വർഷമായിട്ട് ഇങ്ങനെ ക്യാൻസർ പോലെ സ്പ്രെഡ് ആയിരിക്കുക. അത് 28 വർഷത്തിൽ തീരുവോ സാർ? മുസ്ലിംസ് ചെയ്ത ഏറ്റവും വലിയ തെറ്റ് എന്താന്ന് വെച്ചാൽ, അതായത് ഇൻഡിപെൻഡൻസിന് ശേഷം ലക്നൌവില് ആ ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും രാഷ്ട്രീയത്തിലോട്ട് വരുന്നില്ലെന്നും പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് വേണ്ടി ഞങ്ങൾ വരത്തില്ല, ഈ പാർട്ടിയെ നല്ലപോലെ വിശ്വസിക്കുന്നുണ്ടെന്നും പറഞ്ഞിരുന്നു. ഏത് പാർട്ടിയെ നിങ്ങൾ വിശ്വസിച്ചോ ആ പാർട്ടി തന്നെ GB കാലത്തില് ബാബർ മസൂദിലാണ് ശിലകളൊക്കെ വെച്ചത്. ആ പാർട്ടി തന്നെയാ മലിയാന, ഹസീംപുര, ഡൽഹിയിലാ കൊലപാതകമൊക്കെ ചെയ്തത്. ഇന്ന് ഇന്ത്യയുടെ പാർലമെന്റിൽ എന്തോ ഒരു മുസ്ലിം MP ഉണ്ടെന്ന് നിങ്ങളൊന്ന് പറയേ. ഈ രാജ്യത്തുള്ള മുസ്ലിംസ് അസദുദ്ദീൻ ഓവൈസിയെ ഒരിക്കലും വിശ്വസിക്കുന്നില്ലെന്നുള്ളത് സത്യം തന്നെയല്ലേ? അവരൊക്കെ കരുതുന്നത് താങ്കൾ BJPയെ സഹായിക്കുന്നു എന്നാണ്. ശരി, നിങ്ങൾ എന്നെ വിശ്വസിക്കണ്ട. എന്നെ ഇങ്ങോട്ട് വിട്ടേരെ നിങ്ങള്. എന്തോ ഒരു കവിതയെ പോലും അതുണ്ടല്ലോ. എന്താ അത്? ആത്മാവിന്റെ അകത്ത് ആഴമായിട്ട് നിങ്ങൾ ചെന്ന് ആ രഹസ്യം എന്താന്ന് കണ്ടുപിടിക്കണം. സോ എന്നെ വിശ്വസിച്ചെങ്കിൽ നിങ്ങളെങ്കിലും നിങ്ങളെ വിശ്വസിക്ക്. നിങ്ങളെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്നില്ലല്ലോ. സർ നിങ്ങൾ ഏത് മുസ്ലിംസിനെ വേണമെങ്കിലും ചോദിച്ചോളൂ, ഇതൊക്കെ സത്യമല്ല, നിങ്ങൾ ലീഡർ ആയിക്കോളൂ എന്ന് അവർ പറയും. ഇല്ല, ഞങ്ങളുടെ അടുത്ത് ആ തലവനുണ്ട്, ആ പാർട്ടി ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം നടക്കാൻ പോകുന്നില്ല സാർ. ഉറപ്പായിട്ടും ഒന്നും സംഭവിക്കില്ല. താങ്കളോട് അവർക്ക് താങ്കൾ വേണമെന്നുള്ളതല്ല പ്രശ്നം, വേറെ ആരെങ്കിലും വന്നാലാണ് പ്രശ്നം. ഇല്ല, ഞാൻ അങ്ങനെയല്ല. അത് ഇതെങ്ങനെയുണ്ടെന്ന് വെച്ചാൽ, രജത് സാറ് എൻ്റെ കോളേജിലുള്ള കഥയായിരുന്നു പറയുന്നത്. അതിൻ്റെ പിന്നാലെ ഒരു കഥയുണ്ട്. എൻ്റെ കാര്യത്തിലൊരു പ്രശ്നമുണ്ട്. നിങ്ങൾക്ക് എന്നെ വേണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, നിങ്ങൾ വേറെ ആരെങ്കിലും തിരഞ്ഞെടുക്ക്. വേറെ ആരെങ്കിലും തിരഞ്ഞെടുത്തോളൂ, എനിക്കൊരു പ്രശ്നവും ഇല്ല. എന്തോരം ദിവസം തന്നെ നിങ്ങളിങ്ങനെ പറ്റിക്കപ്പെട്ടു എന്നുള്ള കഥ തന്നെ പറയാൻ പോകുന്നത്. വേറെ ആരെങ്കിലും ഒന്ന് തെരഞ്ഞെടുക്കണം. സിഖൊക്കെ നോക്കിയാൽ അവർക്ക് വേണ്ടി ഒരു ലീഡർഷിപ്പ് അവർ തന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. എല്ലാ മതങ്ങളിലും ഓരോ ലീഡർഷിപ്സ് ഉണ്ട്. ഇത് ആരെ കൊണ്ട് ഡിനൈ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഈ മുസ്ലിംസിന്റെ എംപവർമെന്റ് എന്നൊക്കെ പറഞ്ഞ് വരുന്ന സമയത്ത്, ഇവനും ജിന്നയെ പോലെ തന്നെയാ, ജിന്നെ ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞു. ജിന്നെ ഞങ്ങൾ റിജക്ട് ചെയ്തുകൊണ്ടല്ലേ ഞങ്ങളിപ്പോ ഇവിടെ ഇരിക്കുന്നത്. ലാസ്റ്റ് സമയം വരെ ഇവിടെ തന്നെ ഇരിക്കും. പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഇല്ലെങ്കിൽ ഇതുപോലെ തന്നെയാണ്. എല്ലാത്തിലും അവരുണ്ടാവും, ഉപയോഗപ്പെടുത്തിക്കോളും, പിന്നെ ഒരു ന്യായവും കിട്ടത്തുമില്ല അവസാനം.
ഇതിനെപ്പറ്റിയുള്ള ചില കുറ്റാരോപണങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ അതിനു മുൻപ് ഒരു ചെറിയ ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ അസദുദ്ദീൻ ഓവൈസിയുടെ മേലുള്ള അടുത്ത കുറ്റാരോപണം എന്താണെന്ന് നോക്കാം. എന്നെ കൊണ്ട് അമിത്ഷായെ കുറിച്ച് ഒന്നും പറയാൻ കഴിയില്ല. കാരണം നിങ്ങളെല്ലാം കൊടുക്കാൻ നോക്കുമല്ലേ എന്നെ. ഒരു സൈഡിൽ രാഹുൽ ഗാന്ധി, ഒരു സൈഡിൽ അമിത് ഷാ. എന്റെ അവസ്ഥ എന്ന് പറയുന്നത് ലോറിക്ക് നടുക്കുള്ള അവസ്ഥയാ. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ അതിഥി ബാരിസ്റ്റർ അസദുദ്ദീൻ ഓവൈസിയാണ്. അദ്ദേഹത്തിന്റെ മേലുള്ള അടുത്ത കുറ്റാരോപണം എന്താണെന്ന് നോക്കാം. ആപ്കി അദാലത്തിൽ AIMIMന്റെ പ്രസിഡന്റ് അസദുദ്ദീൻ ഓവൈസിയുടെ മേൽ ചുമത്തപ്പെട്ട അടുത്ത കുറ്റാരോപണം ഇദ്ദേഹം ഡബിൾ ഗെയിം കളിക്കുന്നു എന്നതാണ്. താങ്കൾ നരേന്ദ്രമോദിയുടെ വലിയൊരു വിമർശകനാണെന്നുള്ളതൊക്കെ സത്യം തന്നെയാണ്. പാർലമെന്റിലാണെങ്കിലും പുറത്താണെങ്കിലും താങ്കളുടെ സ്പീച്ച് മുഖേന ഞങ്ങൾക്കതെല്ലാം അറിയാം. പക്ഷേ നരേന്ദ്രമോദിയെ എതിർക്കുന്ന മറ്റുള്ള പാർട്ടിക്കാർ ഇത് വിശ്വസിക്കുന്നില്ല. രാഹുൽ ഗാന്ധി തെലങ്കാനയിലേക്ക് പോയപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിൽ ഓവൈസിയും KCRഉം മോദിയുടെ 2 സുഹൃത്തുക്കളാണെന്ന് പറഞ്ഞു. എനിക്കറിഞ്ഞതുവരെ മോഡിയുടെ ഫ്രണ്ട് രാഹുൽ ഗാന്ധി തന്നെയാ. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാ. ഓവൈസി രാജ് മധ്യപ്രദേശിലോ ഇല്ല, ഓവൈസി ഛത്തീസ്ഗഡിലോ ഇല്ല. അവിടെയൊക്കെ ഞാൻ എങ്ങനെയാ ജയിച്ചത്? മോഡിയുടെ സഹായം കൊണ്ടാണോ ജയിച്ചത്? ഒരു ദിവസം നിങ്ങളൊരു പ്രോഗ്രാം ചെയ്യൂ സർ, അപ്പോൾ ഞാൻ ഈ സൈഡിലോട്ട് വന്നിരുന്നോളാം. അപ്പോൾ ഈ സൈഡിൽ വന്നിരുന്നാൽ പോരെ ഞാൻ? മറ്റേ സൈഡിലാണെങ്കിൽ എൻ്റെ ഓപ്പോസിറ്റ് പാർട്ടിയിലുള്ളവരെ പിടിച്ചിരുത്തിയാൽ മതിയായിരുന്നു. എൻ്റെ മുമ്പിൽ ഒരു 10 മിനിറ്റ് അവരെ കൊണ്ടിരിക്കാൻ പറ്റില്ല. നിങ്ങൾ തന്നെ അത് കാണുന്നില്ല. 306 സീറ്റിലായിരുന്നു BJP ജയിച്ചത്. കേട്ടോ, ഞങ്ങൾ 3 ലോക്സഭയുടെ സീറ്റിന് വേണ്ടിയായിരുന്നു അവിടെ തെരഞ്ഞെടുപ്പിൽ നിന്നത്. ഹൈദരാബാദിലെ ജനങ്ങൾക്ക് നന്ദി പറഞ്ഞേ പറ്റുള്ളൂ, കാരണം അവരവിടെ BJPയെ തോൽപ്പിച്ചിരുന്നു. ഔറംഗാബാദിൽ 61 വർഷം ഇരുന്ന ശിവസേന MPനെ ജനങ്ങളെല്ലാവരും ഇന്ത്യാസ് ഡൽഹിയിലെ MP ആക്കി. കിഷൻഗഞ്ചിൽ ഞങ്ങൾക്ക് 3 ലക്ഷം വോട്ടായിരുന്നു കിട്ടിയിരുന്നത്. കോൺഗ്രസ് അലൈൻ ചെയ്താണ് അവിടുത്തെ വോട്ടൊക്കെ മേടിച്ചെടുത്തതൊക്കെ. പിന്നെ കുറച്ച് വോട്ട്, ഒരു സീറ്റൊക്കെ അവർക്ക് കിട്ടിയുള്ളന്നേ ഉള്ളൂ. ശരി, നിങ്ങൾ അതൊക്കെ വിട്. 306 സീറ്റ് എങ്ങനെയാ മോഡി ജയിച്ചത്? അതിനുള്ള ഉത്തരം പറയത്തില്ലേ? അദ്ദേഹം ഉത്തരം നൽകുന്നുണ്ട്. അദ്ദേഹം എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഓരോ ലീഡേഴ്സിന്റെ പേരിലും ED കേസുകളുണ്ട്, CBI കേസുകളുണ്ട്. ഓവൈസി സാറിന്റെ വീട്ടിലേക്ക് മാത്രമേ ഇതുവരെ ED പോയിട്ടില്ലെന്ന് ഇല്ല. പറഞ്ഞു. നിങ്ങൾ ഇങ്ങോട്ട് നോക്കുവാണെങ്കിൽ എനിക്ക് കുറെ വിഷമങ്ങളൊക്കെ ഉണ്ട്. വിഷമമൊന്നും പുറത്ത് കാണിച്ചുകൊണ്ട് നടക്കുന്ന ശീലമില്ല എനിക്ക്. പിന്നെ ഇവിടെ എനിക്ക് പുണ്ണുണ്ട്, ഇവിടെ വേദനയുണ്ട്, അവിടെ ഇവിടെയൊക്കെ പ്രശ്നമുണ്ടെന്നൊന്നും ഞാൻ പുറത്ത് പറഞ്ഞെടുക്കില്ല. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ എന്തായി വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്? കരഞ്ഞോണ്ട് 24 മണിക്കൂർ ഞാൻ തോറ്റുപോയെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണോ നിങ്ങളൊക്കെ വിചാരിച്ച? അയ്യോ അമ്മ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് ഞാൻ ഒരു പൊസിഷനിലോട്ട് വരുന്നോ, ഉറപ്പായിട്ട് ED എൻ്റെ അടുത്ത് തന്നെ വരും. ഒരുപക്ഷെ ഞാൻ മിനിസ്റ്റർ ആവുന്ന സമയത്ത് ആ തെറ്റായ ജോലി ചെയ്താൽ ED എൻ്റെ അടുത്ത് വന്നേക്കും. അതുകൊണ്ടാണ് അവർ പറയുന്നത് സ്നേഹത്തിന്റെ കട ഒരിക്കലും ഓവൈസിക്ക് വേണ്ടി തുറക്കില്ലെന്ന്. സാർ, അല്ല, വളരെ വളരെ നല്ല കാര്യമാണത്. ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ആ കഥവ് 24 മണിക്കൂറും മൂടി തന്നെ ഇരുന്നോട്ടെ. പാവങ്ങളുടെ കഥവ് എനിക്ക് വേണ്ടി തുറന്നിരിക്കും. ആർക്കൊക്കെ ന്യായം ഇഷ്ടമാണോ അവർക്ക് വേണ്ടി എന്റെ കഥവ് തുറക്കും. മനസ്സും ഇങ്ങനെ ചേർന്നിരിക്കുമ്പോൾ ഞാനിനി അങ്ങോട്ട് പോയി ഞാൻ എന്ത് കാണിക്കാൻ പോവാണ്? ഭവിഷ്യത്ത് എന്തായിരുന്നു എന്ന് വെച്ചാൽ, മോദിക്കെതിരായിട്ട് തുടങ്ങിവെച്ച അലയൻസ്, ആ അലയൻസിൽ പോലും താങ്കൾക്ക് സ്ഥാനമില്ല. ഇല്ല, ഇതൊക്കെ അവർ ഓൾറെഡി തീരുമാനിച്ചതാണ്. അതിനായിട്ടുള്ള അനൗൺസ്മെന്റും കൊടുത്തിരിക്കുന്നു. അതിനുശേഷം ഓവൈസിയെ ഇങ്ങോട്ട് അലോ ചെയ്യാൻ പാടില്ലെന്നുള്ള അനൗൺസ്മെന്റ് അവരവിടെ കൊടുത്ത്. ഇന്ത്യയിലുള്ള സെക്യൂറിലായിട്ടുള്ള ആൾക്കാർക്കുള്ള എലൈറ്റ് ക്ലബ്ബാണിത്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ അല്ലേ ഈ സ്ഥലത്തൊക്കെ. ജീവിതത്തിൽ ഒരു കാര്യം ഞാൻ എന്തായാലും പഠിച്ചെടുത്തു. നമ്മളൊക്കെ കഥവ് പൊട്ടിച്ചോണ്ട് അകത്ത് കയറേണ്ടത്. അങ്ങനെയാണ് ആ കളം ഉണ്ടാക്കി എടുക്കേണ്ടത്. ഞാൻ അതിലോട്ട് പോവും. അവന് വിളിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ അതിനു വേണ്ടി? ഞാനൊരു കാര്യം പറയാൻ നിങ്ങൾ കേട്ടോ. UPയുടെ ഗവൺമെന്റില് 2004 തൊട്ട് 2012 വരെ അവർ നന്നായിരുന്നതാ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇട്ടിട്ട് പോകുമ്പോൾ മൻമോഹൻ സിംഗിനെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അദ്വാനിക്ക് വേണ്ടി വോട്ട് ചെയ്തതായിരുന്നു. അസദുദ്ദീൻ ഓവൈസി മൻമോഹനായിരുന്നു വോട്ട് ചെയ്തത്. അന്ന് ഞാൻ വളരെ നല്ലവനൊക്കെ ആയിരുന്നു. ഇന്ന് നിങ്ങൾ കണ്ടില്ലേ അവസ്ഥ എത്ര മോശമായിരിക്കുന്നത്. ഒരു കാലത്ത് താങ്കൾ തന്നെ പറയുമായിരുന്നു താങ്കളാണ് എല്ലാവരുടെയും ലൈലയെന്ന്. ഇപ്പോ മജ്നു ഇല്ലാത്തൊരു ലൈലയായിട്ട് മാറിയല്ലോ. സത്യാവസ്ഥ എന്താന്ന് വെച്ചാൽ, ലൈല മജ്നുയുടെ കഥ എന്ന് പറയുന്നത് സത്യാവസ്ഥ നടന്നു. അതിൻ്റെ ഒപ്പം ഇത് 1400 വർഷം മുമ്പ് നടന്ന കഥയാണ്. പക്ഷേ ലൈലയെ ഇപ്പോഴും ജനങ്ങൾ ഓർമ്മ വെച്ചിട്ടുണ്ട്. നാളെയും ജനങ്ങളുടെ ഓർമ്മയിലുണ്ടാവും അത്. എൻ്റെ മജ്നൂസ് കുറേ ഉണ്ട് ഇവിടെ. അതുകൊണ്ട് എനിക്ക് ഒരു വിഷമവും ഇല്ല. പേരെല്ലാവർക്കും ഓർമ്മയിൽ തന്നെ ഉണ്ടാവും. സാർ, ഇങ്ങോട്ട് നോക്കൂ സാർ. ആപ്കെ അദാലത്ത് എന്ന് പറയുമ്പോൾ ആരുടെ പേരായിരിക്കും ഓർമ്മയിലുള്ളത്? നിങ്ങളുടെ പേരല്ലേ എല്ലാവരും ഓർമ്മ വെക്കുന്നത്. ആർക്ക് വേണമെങ്കിലും ഇതൊക്കെ കോപ്പി ചെയ്ത് ഒരു ഷോ ഉണ്ടാക്കാം. പക്ഷെ ഒറിജിനൽ നിങ്ങൾ തന്നെയല്ലേ. അതുപോലെ തന്നെയാ സാർ ഈ ലൈല ഒറിജിനലാണ്. ഓർമ്മയിലുണ്ടാവും, ആരെങ്കിലും ഓർമ്മ വെക്കുമല്ലോ.
യു പിയിൽ നിന്നും ചില മെസ്സേജുകൾ വന്നിട്ടുണ്ട്. അതായത് എന്താന്ന് വെച്ചാൽ ഇൻഡോർ, സുൽത്താൻപൂർ, ഫിറോസാബാദ് അവിടെ സമാജ്വാദി പാർട്ടിയും INLDയും ഒന്നിച്ചാണ് മത്സരിച്ചത്. അവിടെ താങ്കളുടെ കാൻഡിഡേറ്റ് ഉള്ളതുകൊണ്ടാണ് അവർ തോറ്റുപോയത് എന്ന്. യു പിയിൽ 400 സീറ്റാണുള്ളത്. കോൺഗ്രസ് 400 സീറ്റിലാണ് നിന്നത്. പക്ഷെ 2 ജയിച്ചുള്ളൂ. പക്ഷെ കോൺഗ്രസിന് ആരും ഒന്നും പറയത്തില്ല. മായാവതി സിസ്റ്റർ 400 സീറ്റിൽ നിന്നിട്ട് ഒരെണ്ണമാണ് ജയിച്ചത്. പക്ഷെ അതിനൊന്നും പറയത്തില്ല. പക്ഷെ അസദുദ്ദീൻ ഒവൈസി ബാബു സിംഗ് കുസ്വായുടെ സീറ്റിൽ നിന്നിട്ട് ഒരെണ്ണം പോലും ജയിച്ചിട്ടില്ലായിരുന്നു. 400 സീറ്റിൽ നിന്ന് 1-2 പറഞ്ഞ് ജയിക്കുമ്പോൾ ആരും ഒരിക്കലും ഒന്നും പറയാൻ പോകുന്നില്ല. ശരി, അഖിലേഷ് യാദവ് 2014 പാർലമെന്റ് ഇലക്ഷനിൽ തോറ്റുപോയി. 2017 അസംബ്ലി ഇലക്ഷനിലും അദ്ദേഹം തോറ്റുപോയിരുന്നു. 2019 പാർലമെന്റ് ഇലക്ഷനിലും അദ്ദേഹം തോറ്റതാ. 2020 അസംബ്ലി ഇലക്ഷനിലും തോറ്റുപോയി. മൊത്തത്തിൽ ശരിക്കും 4 ഇലക്ഷനിൽ തോറ്റപ്പോഴും ഇന്നും ജനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ജീവൻ തരുമെന്നാണ് വിളിച്ചു പറയുന്നത്. നിങ്ങൾക്ക് വേണ്ടി റെഡ് കാർപ്പറ്റ് ഇടാന്നാ പറഞ്ഞേ. നല്ല റെസ്പെക്ട് ഒക്കെ തരും, പക്ഷെ നിങ്ങളെ വിജയിപ്പിക്കില്ലെന്ന് പറഞ്ഞു. മൗലാന അർഷാദ് മദനി എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഒവൈസി ഇലക്ഷനിൽ ഫൈറ്റ് ചെയ്യുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ പ്രയോജനം കിട്ടുന്നത് മോദിക്കാണെന്നും. നിങ്ങൾ ചോദിച്ചുകൊണ്ട് പറയുക, ഞാൻ ഇതുവരെ ഇതൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് നിങ്ങളുടെ അടുത്ത് ഇത് പറയാൻ പോകുന്നത്. ഹൈദരാബാദിൽ എൻ്റെ അടുത്ത് യു പിയിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് 2 വലിയ ജഡ്ജസ് ആയിരുന്നു എൻ്റെ അടുത്ത് വന്നിരുന്നേ. പബ്ലിക്കലി ഇതൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ ഞാൻ ഇന്ന് പറഞ്ഞേ പറ്റുള്ളൂ. അതാ ശരി. 2 ജഡ്ജസും വന്ന് എൻ്റെ അടുത്ത് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഒരു വലിയ മൗലാനയുടെ മെസ്സേജാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അദ്ദേഹം എന്താ പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ എലക്ഷനിൽ നിന്നും വാപ്പസ് മേടിക്കണമെന്നാ പറഞ്ഞേ. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ കടലിൽ നടുക്കാൻ നീന്തിക്കൊണ്ടിരിക്കുന്നത്, എന്നെ കൊണ്ട് പെട്ടെന്നൊന്നും കരയ്ക്ക് വരാൻ കഴിയത്തില്ല, ഞാനിപ്പോൾ എന്ത് ചെയ്യണമെന്നാണ് ചോദിച്ചത്. അന്ന് അവർ സമാജ്വാദി പാർട്ടിയിലോട്ട് സപ്പോർട്ട് ചെയ്യണമെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഞാൻ അതെന്ന് പറഞ്ഞു, അലയൻസ് വെക്കാന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു എന്തോ ഒരു സീറ്റാ വേണ്ടെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു 10 സീറ്റ് വേണം. 10 സീറ്റിൽ സമാജ്വാദി പാർട്ടിയുടെ MLAs ഉണ്ടാവാൻ പാടില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാനങ്ങനെ പറഞ്ഞതിന് ശേഷം 2 ജഡ്ജസും വളരെയധികം സന്തോഷപ്പെട്ടു. നിങ്ങൾ നല്ല രീതിക്ക് വരും, അള്ള നിങ്ങളെ നോക്കിക്കോളൂ എന്നാണ് അവർ പറഞ്ഞത്. അള്ള നിങ്ങളെ ജയിപ്പിക്കും, നല്ലപോലെ പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞിട്ടാണ് അവർ പോയി. അവരവിടെ പോയിട്ട് ഞങ്ങളുടെ ബോസൊക്കെ വളരെ സന്തോഷപ്പെട്ടു എന്നാണെന്നു എൻ്റെ അടുത്ത് പറഞ്ഞത്. അതിനൊപ്പം ട്രൈ ചെയ്യുവാന്നാ പറഞ്ഞത്. ശരി, ഞാൻ ട്രൈ ചെയ്യാൻ പറഞ്ഞു. ആ ശ്രമമാണ് ഇപ്പോഴും പൊക്കോണ്ടിരിക്കുന്നത് ഇങ്ങനെ. പക്ഷെ ഞാൻ തയ്യാറായിട്ട് തന്നെയുള്ളേ. ബീഹാർ ഇലക്ഷനിൽ 2 MLAസിന്റെ RJD കാര്യത്തിൽ രാജ്യസഭയിലുള്ള MLAസ് ഞാൻ പഴയ ബിൽഡിങ്ങിൽ പോയി കണ്ടിട്ടാണ് വന്നിരുന്നത്. സാർ, ഞങ്ങൾ ലോക്സഭയിൽ നിന്നതാണ്. 3.5 ലക്ഷം വോട്ടും കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക്. സീമാച്ചല്ലാണെങ്കിൽ 5 സീറ്റ് ഞങ്ങൾക്ക് കിട്ടിയതെന്ന് ഞാൻ പറഞ്ഞതാ. ഒരാൾ നല്ലപോലെ പഠിച്ച ആളാന്ന് തോന്നുന്നു, നല്ലപോലെ ഇങ്ങനെ ചിരിച്ചോണ്ട് ചായ കുടിക്കും, കാപ്പി കുടിക്കും എന്നൊക്കെ പറഞ്ഞു. മറ്റൊരാളെങ്കിൽ ഹൈദരാബാദിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് എന്തിനാ വഴക്കിടുന്നതെന്ന് പറഞ്ഞു. അല്ല, ഇതും ഇന്ത്യയിലല്ലേ ഉള്ളത്. എനിക്ക് ഈ കാര്യത്തിൽ എൻ്റെ മേത്ത് നല്ല വിശ്വാസമാണ്. അത് മാത്രമല്ല, ഞാൻ പാട്നയെ പോയി എല്ലാവരും ഞാൻ കണ്ടതാണ്. പക്ഷെ അവരും തയ്യാറല്ലായിരുന്നു. സോ ഇതിൽ എൻ്റെ തെറ്റ് എന്താണുള്ളത്? ഒരുപക്ഷെ ഒവൈസി പോളറൈസ് ആവുന്നെങ്കിൽ മോഡിജി 306 സീറ്റ് ജയിച്ചത് എന്നെ കൊണ്ടാണോ? ഇതൊക്കെ പറയേണ്ടതല്ലേ? അദ്ദേഹം 370 ജയിക്കുമെന്നാണ് പറയുന്നത്. ആരുടെ മേത്ത് തെറ്റുണ്ടെങ്കിലും എൻ്റെ മേത്താണ് അവർ ഈ കുറ്റമൊക്കെ പറയുന്നത്. നിങ്ങളെല്ലാ തെറ്റും എൻ്റെ മേത്ത് ഇട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും എല്ലാം കൂടെ പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ എന്നെ ഒന്നും പറയാൻ കഴിയില്ലല്ലോ നിങ്ങൾക്ക്. എന്നെ തന്നെ നിങ്ങൾ എന്തിനാ തെറ്റ് പറയുന്നത്? എന്ത് ചെയ്യാൻ പറ്റും നിങ്ങളെ കൊണ്ട്? 300 സീറ്റ് നിങ്ങൾ അടിച്ചു. CIA റൂളും താ വന്നിരിക്കുന്നു. ട്രിപ്പിൾ തലാക്കും കുറേ വന്നിരുന്നു. നിങ്ങളുടെ 60 വർഷത്തെ രാഷ്ട്രീയം വേസ്റ്റായെന്നുള്ള കാര്യം ദാ ഇപ്പം അറിഞ്ഞിരിക്കുന്നു. നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന കമ്പോസീവ്, കൾച്ചർ, സെക്യൂരിറ്റീസ് ഒക്കെ എവിടെ പോയെന്ന് ഇപ്പൊ പറയണം നിങ്ങൾ. ഇതൊക്കെ ഇന്ത്യയുടെ പാർലമെന്റിൽ മുസ്ലിംസ് എപ്പോഴും ഒരിക്കലും അവരങ്ങനെ ഈക്വലായിട്ട് ഇരുന്നിട്ടില്ല. എപ്പോഴായിരുന്നത്? യു പിയുടെ ഗവൺമെന്റ് അവരുടെ മൈനോറിറ്റീസ് ബഡ്ജറ്റാണ് 0. ടോട്ടൽ ബഡ്ജറ്റ് 0.01 ആയിരുന്നു. അങ്ങനെ ഇന്ന് മോഡിജി അത് 0.001 ആക്കി മാറ്റിയിട്ടുണ്ട്. നിങ്ങൾ തന്നെ പറ, ഇതിനുള്ള ഉത്തരവാദിത്തം ആരാണ്? കോൺഗ്രസ്സുകാരെന്താ പറയുന്നതെന്ന് വെച്ചാൽ, കർണാടകയിലുള്ള മുസ്ലിംസ് ഒക്കെ ഞങ്ങൾക്ക് വോട്ട് ചെയ്തു, അതുകൊണ്ട് ഞങ്ങൾ ജയിച്ചു, അസംബ്ലിയിലേക്ക് വന്നു, ഭരണത്തിൽ വന്നു, BJP തോൽപ്പിച്ചെന്നും പറയുന്നു. വളരെ നല്ല കാര്യം. 26 പാർലമെന്റിലും ജയിച്ചേരെ. 28 പാർലമെന്റ് ഇലക്ഷനിലെ 26 ജയിച്ച് കാണിക്കുക, എന്നിട്ട് പറഞ്ഞാൽ പോരെ? അതല്ലേ ശരിയാവത്തുള്ളൂ. അതിലെന്തോരം MP സീറ്റാണ് നിങ്ങൾ മുസ്ലിംസിന് കൊടുക്കുന്നതെന്നും പറഞ്ഞേരെ. മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് നിങ്ങൾ ക്രെഡിറ്റ് കൊടുക്കുന്നതല്ലേ? അവരോടൊരു MP സീറ്റ് കൊടുക്കാൻ പറ, അവർ കൊടുക്കത്തില്ല. വലിയ വലിയ പൊസിഷനിൽ കൊണ്ട് ഇരുത്താൻ പറഞ്ഞാൽ അതിന് സാധിക്കത്തില്ലല്ലോ. വോട്ട് മേടിക്കാൻ അറിയാം. ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ നോക്കുവാണെങ്കിൽ ഒരു അൺറിട്ടൺ റൂളുണ്ട്. അതെന്താന്ന് വെച്ചാൽ, മുസ്ലിംസിന്റെ വോട്ട് ആർക്കൊക്കെ വേണോ അവരൊക്കെ ദൂരത്തിൽ പോയി നിൽക്കും. വോട്ടിട്ടിട്ട് സൈലന്റ് ആയിട്ടിരിക്കാനാ പറയുന്നത്. മോഡിജി മുസ്ലിംസിന്റെ വോട്ട് വേണ്ടെന്നാ പറയുന്നത്. അത് മാർജിനലൈസ് ചെയ്യാൻ പറഞ്ഞിരിക്കുമല്ലേ. ഇലക്ഷൻ സമയത്ത് മോഡിജി സബ്കാ സാത്ത്, സബ്കാ വിശ്വാസ്, സബ്കാ വികാസ്, സഹോദരി സഹോദരന്മാരെന്നൊക്കെ പറയും. അതിനുശേഷം അത്രേ ഉള്ളൂ.
ഇതുകൊണ്ടാണോ താങ്കളെ മോദിജിയുടെ ബി ടീം എന്ന് എല്ലാരും വിളിക്കുന്നത്? ഒരിക്കലും ഇല്ല, എല്ലാം നുണ തന്നെ. എല്ലാരെക്കാളും കൂടുതൽ മുസ്ലിംസിനെ പറ്റി സംസാരിക്കുന്നത് താങ്കളാണ്. എന്തുകൊണ്ടാ സംസാരിക്കാൻ പാടില്ലാത്ത? ഇപ്പോ സമാജ്വാദി ഇല്ല, BJPയുടെ രാജ്യസഭാ കാൻഡിഡേറ്റ് ഒരു അപ്പർ കാസ്റ്റ് ഹിന്ദു ആയിട്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ ചേട്ടൻ വന്ന് എല്ലാവരും അപ്പർ കാസ്റ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനാണ് വോട്ട് ചെയ്യുന്നത്. ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? അക്കാളികൾ തെരഞ്ഞെടുപ്പിൽ നിന്നില്ലേ? ഭഗവത് മാനും നിപ്പുണ്ട്, സിഖൊക്കെ അവർക്കാണ് വോട്ട് ചെയ്യുന്നതും. വേറെ വോട്ടും കിട്ടുന്നുണ്ട്. മറാഠയ്ക്ക് വോട്ട് ചെയ്യുന്നില്ലേ? പാർട്ടീസ് എല്ലാം കണ്ടിട്ടല്ലേ ഈ ടിക്കറ്റൊക്കെ കൊടുക്കുന്നേ. കറക്റ്റായിട്ട് ഈ കോൺസ്റ്റിറ്റ്യൻസി തന്നെ കറക്റ്റായിട്ടുള്ള എല്ലാ കമ്മ്യൂണിറ്റിക്കാർക്കും ഓരോന്നെടുത്ത് കൊടുക്കുക. അങ്ങനെയല്ലേ ഇവർ തിരഞ്ഞെടുക്കുന്നേ. ഇപ്പം ഈ ജയൻ ചൗധരി എന്തിനാ ഇങ്ങോട്ട് വന്നേ? കാരണം അദ്ദേഹം ഒരു ജാട്ട്. വെസ്റ്റേൺ UPയിലുള്ളവർ BJPക്കാരെല്ലാം സ്വീപ്പ് ചെയ്യാൻ നോക്കുവാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ വിളിച്ചോണ്ട് വന്നത്. നിങ്ങൾ റിതേഷ് പാണ്ഡെ എന്തുകൊണ്ടാണ് വിളിച്ചോണ്ട് വന്നത്? അദ്ദേഹം അപ്പർ കാസ്റ്റ് ആയതുകൊണ്ടല്ലേ. ഇതുപോലത്തെ കുറെ എക്സാമ്പിൾ എന്നെ കൊണ്ട് കൊടുക്കാൻ കഴിയും. മുസ്ലിം സപ്പോർട്ടുള്ള ആരും താങ്കളുടെ അടുത്തേക്ക് വരാത്തതിന്റെ കാരണം എന്താണ്? ഇല്ല, എനിക്ക് ആരും വരേണ്ട ഒരാവശ്യവും ഇല്ല. ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, മുസ്ലിംസ് നടന്ന 17-18 ലോക്സഭ ഇലക്ഷനില് വോട്ടിടുന്നവരെ എല്ലാവരും ഉള്ളൂ, വോട്ട് മേടിക്കുന്നവരാരും ഇല്ല. എന്നാണോ വോട്ട് മേടിക്കുന്നവരായിട്ട് മാറുന്നത്, അന്നേ ഇന്ത്യയുടെ രാഷ്ട്രീയം നന്നായിട്ട് ഇരിക്കത്തുള്ളൂ. ഓഡിയൻസിൽ ആർക്കെങ്കിലും ചോദ്യം ചോദിക്കാനോ ചോദിക്കാം. ഇന്ത്യൻ പൊളിറ്റിക്സിൽ 2 വലിയ പാർട്ടിയുണ്ട്, BJP പിന്നെ കോൺഗ്രസ്. നിങ്ങൾ ഉദ്ദേശിച്ച് നിങ്ങളുടെ വലിയ കോമ്പറ്റീഷൻ ആരാണ്? BJPയോ രണ്ടുപേരും അല്ല ഒന്ന് തന്നെയാ. കോൺഗ്രസോ? രണ്ട് വശം എന്നൊക്കെ പറയാം കോയിന്റെ. ഒരു വ്യത്യസ്തതയും ഇല്ല. പക്ഷേ രാഹുൽ ഗാന്ധി ഇപ്പോൾ ഒരു യാത്ര നടത്തുകയുണ്ടായി, ഭാരത് ജോഡോ യാത്രയെന്ന്. സർ, അവരുടെ സ്മോക്ക് പേഴ്സണായിട്ട് എന്നെ കൊണ്ട് ഒരിക്കലും ആവാൻ കഴിയത്തില്ല. അദ്ദേഹത്തിനെ കുറിച്ച് അദ്ദേഹത്തിനെ അറിയത്തുള്ളൂ. അത് അദ്ദേഹം തന്നെ പറയണ്ടേ. മാഷാ അല്ലാ, അദ്ദേഹം നല്ലപോലെ പഠിച്ചിട്ടുണ്ട്, നല്ല ടാലന്റഡ് പേഴ്സൺ ആണ്, വലിയ കുടുംബത്തിൽ നിന്നാണ് വന്നത്. അതിൻ്റെ ഒപ്പം അവരുടെ കുടുംബത്തിൽ നിന്ന് ഒന്നല്ല എത്രയെന്ന് വെച്ചാൽ 3 പ്രധാനമന്ത്രിയായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല എനിക്ക്. താങ്കളെ സംബന്ധിച്ച് അദ്ദേഹം പ്രധാനമന്ത്രിയാകാനുള്ള സാധ്യത വലുതുണ്ടോ? സാർ, എന്നെക്കുറിച്ച് മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. എനിക്ക് ഈ പ്രധാനമന്ത്രി ആവാൻ ആഗ്രഹമില്ല, മന്ത്രിയാകാനായിട്ടുള്ള ആഗ്രഹവും ഇല്ല. എൻ്റെ ജീവിതത്തിലുള്ള എയിമും എൻ്റെ ടാർഗറ്റും ലക്ഷ്യവും എല്ലാം വേറെ തന്നെയാണ്. വഴിയൊക്കെ വേറെയാ. ആർക്ക് പ്രൈം മിനിസ്റ്റർ ആവണോ അവർ മോഡിജിയുടെ ഐഡിയോളജി എല്ലാം എതിർത്ത് നിന്നാൽ മതി. ഐഡിയോളജി വെച്ചോണ്ട് നിങ്ങൾ ആരും എതിർത്ത് നിൽക്കാൻ വരുന്നില്ലല്ലോ. നിങ്ങളുടെ മതത്തിനെ കുറിച്ച് നിങ്ങൾ സംസാരിക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഒറ്റ പിച്ചിലാണെങ്കിൽ നല്ല രീതിക്ക് കോമ്പറ്റീഷൻ ഉണ്ടാവില്ലേ? മോഡിജി നിങ്ങളെ ഏത് പിച്ചിലാണോ കളിപ്പിക്കണമെന്ന് വിചാരിക്കുന്നത് ആ പിച്ചിൽ തന്നെ നിങ്ങൾ കളിക്കുന്നത്. എന്തോരം തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്, എന്തോരം കാര്യങ്ങളാണ് നിങ്ങളും കാണുന്നത് ഓരോ ദിവസവും. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ പാർട്ടിയിലുള്ളവരാണ് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് അമിത്ഷാ എന്താ പറയുന്നത് വെച്ചാൽ, കോൺഗ്രസിന്റെ അടുത്ത് ഒരു സ്പേസ് ക്രാഫ്റ്റ് ഉണ്ട്, അത് വീണ്ടും ലോഞ്ച് ചെയ്യുന്നു, പക്ഷെ ടേക്ക് ഓഫ് ആവുന്നില്ല എന്ന്. എന്നെക്കൊണ്ട് അമിത്ഷായെ കുറിച്ച് ഒന്നും പറയാൻ കഴിയില്ല. കാരണം നിങ്ങളെല്ലാം കൊടുക്കാൻ നോക്കുമല്ലേ എന്നെ. ഒരു സൈഡിൽ രാഹുൽ ഗാന്ധി, ഒരു സൈഡിൽ അമിത് ഷാ. എൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ലോറിക്ക് നടുക്കുള്ള അവസ്ഥയാണ്. ഇപ്പൊ നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ OVC സാറിനോടുള്ള ചോദ്യങ്ങളും അതിനുള്ള ഉത്തരവും തുടരുന്നതായിരിക്കും. 8000 മരിച്ച ബോഡിയായിരുന്നു ഡെബ്രിസിന്റെ ബിൽഡിംഗിൽ കിടന്നുകൊണ്ടിരുന്നത്. മോഡിജി ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ലല്ലോ. ഇതിനെക്കുറിച്ച് സംസാരിക്കാണ്ട് ഇവിടുന്ന് ദുബായിലോട്ട് പോയിട്ട് അവിടെ പോയി ഇരുന്നിട്ട് ഷേഖിന്റെ അടുത്ത് യാ ഹബീബി എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ തന്നെ പറ, ഇതൊക്കെയാണോ സ്നേഹം? വെൽക്കം ബാക്ക്. ഇന്നത്തെ ആപ്കി അദാലത്തിൽ നമ്മുടെ അതിഥിയായി വന്നിരിക്കുന്നത് അസദുദ്ദീൻ ഓവൈസിയാണ്. അടുത്ത കുറ്റാരോപണം എന്താണെന്ന് നമുക്ക് നോക്കാം. ആപ്കി അദാലത്തിൽ AIMIMന്റെ പ്രസിഡന്റ് അസദുദ്ദീൻ ഓവൈസിയുടെ മേൽ ചുമത്തപ്പെട്ട അടുത്ത കുറ്റാരോപണം ഇദ്ദേഹം മുസ്ലിംസിനെ പേടിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഓവൈസി സാർ, താങ്കളുടെ സ്പീച്ചൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതിൽ മുസ്ലിംസിന്റെ അടുത്ത് താങ്കൾ എന്താ പറയുന്നതെന്ന് വെച്ചാ, ഞങ്ങൾക്ക് വോട്ട് ചെയ്യുക അല്ലെങ്കിൽ മോദി വരുമെന്ന്. ഇതൊക്കെ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ, ഉറങ്ങിക്കോ മക്കളെ, ഇല്ലെങ്കിൽ ഇതാ പിശാച് വരും എന്ന് പറയുന്ന പോലെ. ഒന്നുമില്ല. നിങ്ങൾ നോക്കിയേ, 3 സീറ്റിന് വേണ്ടിയാ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നത് തന്നെ. അതിൻ്റെ ഒപ്പം ഞാൻ കാരണം മോഡിജി ജയിക്കുന്നതെന്ന് പറയുന്നത് തെറ്റാണ്. ഒന്നുമില്ല. ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ബലമാക്കണമെന്നാണ് പറയുന്നത്. എന്നാലേ നിങ്ങൾ പറയുന്നതും നിങ്ങൾ ചോദിക്കുന്ന ന്യായവും എല്ലാം ഒരു ബലത്തിൽ പുറത്തു വരത്തുള്ളൂ. ഞാൻ പേടിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു സ്പീച്ച് ഉണ്ടെങ്കിൽ നിങ്ങളത് പുറത്ത് കാണിക്കണം. പേടിപ്പിക്കുന്നത് പോലെ താങ്കൾ എന്താ പറയുന്നത് വെച്ചാൽ, നമ്മുടെ മതം ആപത്തിലാണുള്ളത്, നമ്മുടെ ഐഡന്റിറ്റി നഷ്ടപ്പെടും. ഹിറ്റ്ലറിന്റെ കാലത്ത് യൂതന്മാർ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതുപോലെ 17 സത്യം തന്നെയാ. ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്, നല്ല രീതിക്ക് കേട്ടോളൂ. ഡൽഹിയിൽ 600 വർഷങ്ങളായിട്ടുള്ള ഒരു മസൂദിയെ ഒരു ലീഗൽ പ്രോസസ്സ് പോലും ഫോളോ ചെയ്യാണ്ട് നിങ്ങൾ ആ മുഴുവൻ മസൂദി അങ്ങോട്ട് ഇടിച്ചു തള്ളി. ചുടുകാട്ടിലിരുന്ന ആ കോഫിനും പുറത്തു വന്ന്. ഇതൊക്കെ ശരിയാണോ? നിങ്ങൾ തന്നെ ഒന്ന് പറയേ. ബിൽഗിസ് ബാനു എന്ത് പാപം ചെയ്യുന്നെന്നാണ് ഗ്യാങ് റേപ്പ് ചെയ്തിട്ട്
അവരുടെ മോളെ, ആ 2-3 വയസ്സുള്ള കൊച്ചിനെ കൊലപാതകം ചെയ്ത ആൾക്കാരെ മോഡിജിയുടെ സർക്കാർ എന്തുകൊണ്ട് വിട്ടു? ബിൽഗിസ് ബാനു എന്ത് ക്രൈമാ ചെയ്തത്? ഇതില് പേടിക്കേണ്ടതോ പേടിപ്പിക്കേണ്ട കാര്യം എന്തുണ്ട് സാർ? ഇതല്ലേ സത്യം ഈ ലോകം മുഴുവൻ കണ്ടോണ്ടിരിക്കുന്നത്. BJP എന്താ ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാലോ. അതിന്റെ ഒപ്പം BJPക്ക് മുസ്ലിംസിന്റെ വോട്ട് ഒട്ടും ആവശ്യമില്ല, എല്ലാവരും അങ്ങോട്ട് മാർജിനലൈസ് ചെയ്തല്ലോ. അതല്ലേ ശരി? താങ്കൾ എപ്പോഴും പറയാറില്ലേ, മോദി പറയാറുണ്ട് സബ്കാ സാത്ത് സബ്കാ വികാസ്. തെരഞ്ഞെടുപ്പിന് ശേഷം, തെരഞ്ഞെടുപ്പിന് മുമ്പേ പറയത്തുള്ളൂ, തെരഞ്ഞെടുപ്പിന് ശേഷം അതൊന്നും പറയത്തില്ല. തെരഞ്ഞെടുപ്പ് തീർന്ന പിന്നെ ആളെ കാണൂലല്ലോ. മുക്താർ അബ്ബാസ് നഖ്വി BJP ലീഡറാണ്. അദ്ദേഹം പറയുന്നത് ഞങ്ങൾ മുസ്ലിംസിന്റെ പോപ്പുലേഷൻ 14.2% ആണ്. അതിൽ പ്രൈം മിനിസ്റ്റർ ആവാസ് യോജന മുഖേന 31.3% മുസ്ലിംസിനാണ് ലഭിച്ചതെന്ന് പറയുന്നു. 33% കിസാൻ സമ്മാൻ നിധി മുഖേന ലഭിച്ചുവെന്ന് പറഞ്ഞു. 36% മുസ്ലിംസ് മുദ്രാ യോജനയുടെ പ്രയോജനം ലഭിച്ചവരാണെന്നും അദ്ദേഹം പറയുന്നു. ഞാൻ UPയിൽ പ്രൈം മിനിസ്റ്റർ ആവാസ് യോജനയോടൊപ്പം RTI ഇട്ടതാ. അതിന്റെ റിപ്ലൈ നിങ്ങൾ നോക്കണം. നിങ്ങൾ സാർ എന്താ പറയുന്നത് നോക്കണം. RTI ഇട്ടതിന് ശേഷം ഒരു റിപ്ലൈയും ഇല്ലല്ലോ. ശരി, നിങ്ങൾ UPനെ കുറിച്ച് സംസാരിക്കുന്നില്ലേ? സാർ, നിങ്ങൾ ഈ UPയിൽ നോക്കുവാണെങ്കിൽ മറ്റേ അലഹാബാദില്ലേ, ആ വീടിന്റെ പെണ്ണിന്റെ പേരിൽ തന്നെയാണ് ആ വീടുള്ളത്. പക്ഷേ ഹസ്ബൻഡിന് നോട്ടീസ് അയച്ചിട്ട് ആ വീട് അങ്ങോട്ട് ഡെമോളിഷ് ചെയ്തു. നിങ്ങൾ എന്തുകൊണ്ടാണ് ഡെമോളിഷ് ചെയ്തതെന്ന് ചോദിച്ചാൽ നീ CIA പ്രൊട്ടസ്റ്റ് ചെയ്തെന്ന് പറയുന്നു. ഇതൊക്കെ ന്യായമാണോ? നിങ്ങൾ തന്നെ ഒന്ന് പറയേ. UPയുടെ ആവുന്ന അവസ്ഥ നോക്ക്. നിങ്ങൾ ആരും കൈയടിക്കില്ല. ഞാൻ പറയുന്ന ഒന്ന് കേൾക്കും ഒരു നിമിഷം. UPയുടെ ജയിലിനകത്ത് ഒരു കൺവിക്റ്റഡ് പ്രിസണറാണുള്ളത്. അദ്ദേഹത്തിന്റെ ഒപ്പം ഒരു MP ഉണ്ട്. അദ്ദേഹം ഒരു പ്രിസണറാ. പോലീസ് കസ്റ്റഡി വന്നിട്ടാണ് ഈ ഷൂട്ട് ചെയ്യുന്നതൊക്കെ. അതിൻ്റെ ഒപ്പം UPയിൽ എല്ലാവർക്കും സുഖമാണെന്നും പറയുന്നു. ഇതൊക്കെ എങ്ങനെയാണ് സാർ? പക്ഷേ UPയിൽ യോഗി ആദിത്യനാഥ് ലോ ആൻഡ് ഓർഡർ വളരെ നന്നായിട്ട് പോകുന്നതാണ്. അവിടെയുള്ള ലോ ആൻഡ് ഓർഡർ എങ്ങനെയാന്ന് വെച്ചാൽ ഞങ്ങൾ ഷൂട്ട് ചെയ്യും, ബുൾഡോസർ കയറ്റും. ഇതിനെയാണോ റൂൾ ഓഫ് ലോ എന്നൊക്കെ പറയുന്നത്? ഇല്ലല്ലോ. ഒരു പക്ഷേ നിങ്ങൾ നാളെ തന്നെ ഭരണമൊക്കെ ഇട്ടിട്ട് പോയാൽ തീർച്ചയായിട്ടും നിങ്ങൾ പോവും. അത് ഉറപ്പുള്ള കാര്യമല്ലല്ലോ. അത് ഇന്ദിരാഗാന്ധിയുടെ അടുത്തുള്ള കാര്യമല്ല, മോഡിജിയുടെ അടുത്തുള്ള കാര്യമല്ല. ഈ ലോകത്തെല്ലാം ടെമ്പററി തന്നെയാണ്. ഇന്ന് നമ്മൾ ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ നല്ലൊരു ചൊല്ലെന്തോണ്ട്, എന്താ അത്? അതൊന്നും പെർമനന്റ് അല്ല. നമ്മളൊക്കെ ടെമ്പററി ആയിട്ട് ഇവിടെ ജീവിക്കുന്നവരല്ലേ. നമ്മുടെ ഈ പൊസിഷന് എല്ലാം കൂടെ കഴിയുമ്പോൾ നമ്മളും അങ്ങോട്ട് പോയേക്കും. നാളെ അധികാരം നമ്മുടെ കൈയിട്ടിട്ട് പോയാൽ ആ പൊസിഷന് വേണ്ടി നമ്മൾ പിന്നെ എന്ത് ചെയ്യും? അതായിരുന്നു എന്റെ ചോദ്യം. ഞാൻ അതല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ദൈവം ഇതിങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലെന്ന്. ഇതുപോലെ ചെയ്യല്ലേ എന്ന് പറയുമ്പോൾ ഇത് തന്നെയാണ് അവർ പിന്നെയും ചെയ്യുന്നത്. ആരെ കൊണ്ടൊന്നും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. പക്ഷേ UPയിൽ ലോ ആൻഡ് ഓർഡർ നിയമങ്ങൾ വളരെ നന്നായിട്ട് പോകുന്നുണ്ടോ ഇല്ലയോ? സാർ, എല്ലാവരും ഷൂട്ട് ചെയ്യുന്നുണ്ട്. ചെറിയ ചെറിയ ക്രൈമൊക്കെ കാണിച്ച് അവർ ഷൂട്ട് ചെയ്ത് ഈ മീഡിയയ്ക്ക് മുമ്പിലായിട്ട് ഇവൻ തെറ്റ് ചെയ്തു അതിനു വേണ്ടിയാ ഷൂട്ട് ചെയ്തെന്നും വെടിവെക്കുന്നതുകൊണ്ട് എന്താ നടക്കാൻ പോകുന്നത്? പതുക്കെ പറഞ്ഞൊക്കെ അല്ലേ മനസ്സിലാക്കേണ്ടത് ജനങ്ങൾക്ക് എല്ലാ കാര്യവും. അങ്ങനെയൊന്നും സംഭവിക്കില്ലല്ലോ. നിങ്ങൾ ബുൾഡോസർ കയറ്റി വീട് ഇടിച്ചു പൊട്ടിക്കുന്നു. ഇതുപോലെ എന്തോരം വീടുകളായിരിക്കും നിങ്ങൾ ഇടിച്ചിരിക്കുന്നത്? കണക്കില്ല ഇതിനൊന്നും. എല്ലാവരുടെയും കൂടെ വീട്. UPയിൽ അവർ അങ്ങനെയൊക്കെ ചെയ്തത് കാരണം ജനങ്ങൾക്ക് സമാധാനം ലഭിച്ചിട്ടുണ്ടോ ഇല്ലയോ അത് പറ. ഇല്ല സാർ, ഇത് ഈ ശാന്തതയുണ്ടല്ലോ, ഇതൊക്കെ ഈ ശ്മശാനത്തിലുള്ള പോലത്തൊക്കെയാണ്. ഈ ശാന്തത നല്ലതിനല്ല. സ്വസ്ഥമായിട്ട് വരുന്ന ശാന്തത വേറെ, പക്ഷെ ഈ ചുടുകാട്ടിൽ നിന്ന് വരുന്ന ശാന്തതയല്ല അത്. ഇപ്പം നിങ്ങളിവിടെ ഈ കാണുന്ന ശാന്തതയുണ്ടല്ലോ, ഇതൊക്കെ കണ്ടിട്ട് രാഷ്ട്രീയക്കാരെന്താ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ നാട് ശാന്തതയായെന്നാണ് വിചാരിക്കുന്നത്. ശാന്തതയ്ക്ക് ഒരു അർത്ഥമുണ്ട് സാർ. ഈ ശാന്തത എന്ന് പറയുന്നത് നല്ലതല്ല. UPയിലുള്ളവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് മതത്തിന്റെ രീതിയിലുള്ള യാതൊരു വേറുപാടുകളും ഇല്ല. UPയിലെ മൈനോറിറ്റി മോർച്ചയുടെ സ്റ്റേറ്റ് പ്രസിഡന്റായ ബാസിദ് അലി എന്താ പറയുന്നതെന്ന് വെച്ചാൽ പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം 40 ലക്ഷം വീടുകൾ UPയിൽ കിട്ടിയിട്ടുണ്ടെന്ന്. അതിൽ 18%, അതായത് 8 ലക്ഷം പേർ മുസ്ലിം സമുദായത്തിലുള്ളവരാണെന്ന്. ഒരു വേറുപാടും കാണിച്ചിട്ടില്ലെന്ന്. അതിൽ പ്രത്യേകം എടുത്തു പറയേണ്ടത് അവർ പറഞ്ഞിരിക്കുന്നത് ഷാജഹാൻപൂരിനെ പറ്റിയാണ്. അവിടെ 700 വീടുകൾ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അതിൽ 70%, അതായത് 520 വീടുകളും മുസ്ലിങ്ങൾക്കാണെന്ന്. ഇല്ല, നിങ്ങൾ കൊടുത്തല്ല, നിങ്ങൾ സഹായിക്കുകയാണോ ചെയ്തേ? ഞാനൊരു ടാക്സ് പെയർ തന്നെയാണ്. ഇത് നാടിന്റെ കാശാണ്. ഇതെന്താ യോഗിജിയുടെ വീട്ടിലെ പൈസയാണോ? ഇത് അദ്ദേഹത്തിന്റെ വീട്ടിലെ പൈസ ഒന്നുമല്ലല്ലോ, നാട്ടിലുള്ളവരുടെ പൈസ തന്നെയല്ലേ. ഇപ്പൊ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലാണെങ്കിൽ ആർട്ടിക്കിൾ 30 ഉണ്ട്, കോൺസ്റ്റിറ്റ്യൂഷനിലാണെങ്കിൽ റൈറ്റ് ടു ഈക്വാലിറ്റി ഉണ്ട്, കോൺസ്റ്റിറ്റ്യൂഷനിൽ എല്ലാവരും എല്ലാം വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അതൊക്കെ എല്ലാവരും ചെയ്തല്ലേ പറ്റുള്ളൂ. അവരെന്താ പറയുന്നത് വെച്ചാൽ ഞങ്ങൾ വീട് നൽകുന്നു, റേഷൻ നൽകുന്നു, പക്ഷേ താടിയും തൊപ്പിയും കണ്ട കൊല്ലുമെന്ന് OWC പറയുന്നു. അതെ, കൊല്ലുന്നുണ്ട്. നിങ്ങളുടെ കസ്റ്റഡിയിൽ നിങ്ങൾ 2 പേരെയാണ് കൊന്നത്. എല്ലാ മാസവും നിങ്ങൾ ഏകദേശം 2 പേരെ കൊല്ലുന്നുണ്ട്. ഓരോ മാസവും 2-3 വീടെങ്കിലും നിങ്ങൾ ഇടിച്ചു തള്ളുന്നുമുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കണം. അല്ല, എന്തുകൊണ്ടാണ് ഈ ഗവൺമെന്റ് ഇതൊക്കെ എടുത്ത് അബ്സർവ് ചെയ്യുന്നത്? വർക്ക് പ്രോപ്പർട്ടി ഒക്കെ എന്തുകൊണ്ടാണ് എടുക്കുന്നത്? ഇതും നിങ്ങൾ പറയണം. മൈനോറിറ്റീസിന് എന്ത് ബഡ്ജറ്റാണ് നിങ്ങൾ കൊടുക്കുന്നതെന്നുള്ളതും പറയണം. മൈനോറിറ്റി ഡിപ്പാർട്ട്മെന്റിന് എന്താണ് ഉള്ളത്? മദർസ ടീച്ചേഴ്സിന് സാലറി കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് നിർത്തിയത്? എല്ലാവരുടെ അടുത്തും മദർസ തുറന്നിരിക്കണമെന്ന് നാട്ടിന് മുമ്പിലെല്ലാം നിങ്ങൾ പറഞ്ഞിരുന്നത്. ആ മദർസയിലാണ് ഈ മാത്സ്, സയൻസ്, ഇംഗ്ലീഷ് എല്ലാം പറഞ്ഞു കൊടുത്തോണ്ടിരുന്നത്. അതെന്തുകൊണ്ടാണ് നിർത്തിയേ? അതൊന്നും കൊടുക്കത്തില്ലല്ലേ പറഞ്ഞേ? അല്ല, ഹലാലിന്റെ കാര്യമൊക്കെ എന്തുകൊണ്ടാണ് എടുത്തത്?
എന്തിനു വേണ്ടിയാന്നൊന്ന് നിങ്ങൾ പറയണം. ആവശ്യമില്ലാണ്ട് ഇതൊക്കെ ചെയ്തത്. അതിനുശേഷം എൻക്വയറി നിങ്ങൾ അങ്ങോട്ട് തുടങ്ങിയിട്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്? കാരണം ഇഷ്യൂ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണമെന്ന് അങ്ങോട്ട് ആഗ്രഹിച്ചു. പക്ഷെ ഒരു ഇഷ്യൂ ഇല്ലായിരുന്നല്ലോ. പക്ഷെ അങ്ങനെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തു. താങ്കളെ പറ്റി ഒരു കാര്യം ഹേമന്ത ബിശ്വ ശർമ്മ പറഞ്ഞിരുന്നു. ഹൈദരാബാദിൽ പോയിരുന്നു. എന്നിട്ട് അവർ പറയുന്നത് എന്താ വെച്ചാൽ ചുവര് മുഴുവനോ ഹമാസിന്റെ പോസ്റ്ററാണ് അവിടെ ഒട്ടിച്ചു വെച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ ഓവൈസിയോട് ഞാൻ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, താങ്കൾക്ക് പാസ്പോർട്ടും വിസയും ഞാൻ റെഡിയാക്കി തരാം, താങ്കൾ ഗാസയിലേക്ക് പോകൂ. പക്ഷെ അവിടേക്ക് പോകാതെ ഇവിടെ കിടന്ന് താങ്കൾ ബഹളം ഉണ്ടാക്കുകയാണ്. ഹേമന്തോ ബിശ്വ ശർമ്മ നന്ദി കാണിക്കുന്ന കാര്യത്തിലൊക്കെ അദ്ദേഹം കുറച്ച് മറന്നു എന്നാണെന്ന് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം വളരെ നന്ദിയോടെ ഇരുന്നതാണെന്ന്. ഹമാസിന്റെ പോസ്റ്റർ ഹൈദരാബാദിൽ ഒരു സ്ഥലത്ത് ഒട്ടിച്ചിട്ടില്ലായിരുന്നു. ഹേമന്ത് ബിശ്വ ശർമ്മ നുണ പറഞ്ഞിരുന്നതായിരുന്നു. നോക്കൂ, പലസ്തീന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രൊട്ടസ്റ്റ് ചെയ്തതാ. ഇന്ത്യയുടെ സർക്കാർ, മോഡിയുടെ സർക്കാർ പാലസ്തീന്റെ സ്റ്റാമ്പ് റിലീസ് ചെയ്തതായിരുന്നു. ഹേമന്ത് ബിശ്വ ശർമ്മയുടെ അടുത്ത് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. ചീൻ നമ്മുടെ 2000 സ്ക്വയർ ഫീറ്റുള്ള ഏരിയയാണ് ആക്രമിച്ചെടുത്തിരിക്കുന്നത്. ടെപ്സാക്കണൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോയിരിക്കുവാണ്. അവിടെ ഇരുന്ന SP മോഡിജിയുടെ അടുത്ത് എന്താ പറഞ്ഞെന്ന് വെച്ചാൽ 65 പാട്രോളിക് പോയിന്റ്സിലോട്ട് പോകാൻ കഴിയില്ലെന്നായിരുന്നു പറഞ്ഞത്. അതുകൊണ്ട് ഹേമന്ത് ബിശ്വ ശർമ്മയുടെ അടുത്ത് ഞാൻ എന്താ റിക്വസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ നിങ്ങളോട് അങ്ങോട്ട് പോകാനല്ല പറഞ്ഞത്, നിങ്ങളുടെ RSS ഡ്രസ് ഒന്നും ഇട്ടുകൊണ്ട് പോകാൻ പറഞ്ഞതല്ല. ഞാൻ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, എന്നെയും പിന്നെ രജത് ശർമ്മ സാറിനെയും ക്യാമറയോടൊപ്പം ഡെംഷാങ് ഡെപ്സയിലോട്ട് വിളിച്ചോണ്ട് പോകണം. അവിടെ എന്താ സംഭവിക്കുന്നത് ഞങ്ങൾക്ക് കാണണം. അത്രേ ഉള്ളൂ. അത് മാത്രം മതി ഞങ്ങൾക്ക്. അത് മാത്രം ചെയ്താൽ മതിയായിരുന്നു. അതും നിങ്ങൾ ചെയ്യത്തില്ലല്ലോ. എന്ന് വെച്ചാൽ ഹേമന്ത് ബിശ്വ ശർമ്മ കുറേ സംസാരിക്കുന്ന ആളാ. പക്ഷെ അദ്ദേഹത്തിന് ഞാൻ അമിത്ഷാ ആവുന്നുള്ള പേടിയാ. ഇപ്പോ BJPയിൽ അത്ര വലിയ സ്വപ്നം കാണുന്നത് അത്ര എളുപ്പമുള്ള കാര്യമില്ലെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല. അദ്ദേഹം അതിനുവേണ്ടി ട്രൈ ചെയ്തോണ്ടിരിക്കുമല്ലോ. അദ്ദേഹം എന്നെ ഹമാസിന് വേണ്ടിയായിരുന്നു വഴക്ക് പറഞ്ഞത്. നിങ്ങൾ തന്നെ പറയൂ, ഇന്ത്യ സർക്കാർ പാലസ്തീനിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെ എന്തുകൊണ്ടാണ് ഒന്നും സംസാരിക്കാണ്ടിരിക്കുന്നത്? ഇന്ത്യൻ സർക്കാർ ഇന്ത്യൻ കോർട്ട് ഓഫ് ജസ്റ്റിസിലോട്ട് എന്തുകൊണ്ടാണ് പോവാത്തത്? സൗത്ത് ആഫ്രിക്ക പോയി, അതിനുശേഷം പിന്നെ ബ്രസീൽ പോയി, പിന്നെ G20 വലിയ വലിയ മറ്റേ ഗാസയിലേക്ക് വിസ എടുത്തു തരാമെന്ന് അദ്ദേഹം പറയുന്ന സമയത്ത് ആ ഓഫർ വെച്ച് താങ്കൾ എന്ത് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്? നോക്കൂ, എനിക്ക് ഗാസയ്ക്ക് പോകണമെങ്കിൽ തീർച്ചയായിട്ടും പോകാൻ കഴിയും. ഇതില് ഇന്ത്യ നാടിന്റെ ഡെലിഗേഷനിൽ പോകാൻ ഞാൻ തയ്യാറായിട്ടാണ് ഉള്ളത്. ഇന്ത്യ സർക്കാർ വന്ന് എന്നെ നോക്കട്ടെ. ആ നാടിലുള്ള 20 ലക്ഷത്തോളമുള്ള ജനങ്ങളും 13 ലക്ഷം പേർക്കാണ് വീടില്ലാണ്ടായത്. 30,000 ആൾക്കാരെയാണ് ഇസ്രയേൽ കൊന്നത്. അപ്പൊ ഇതിൽ 16,000 പേര് കൊച്ചു കുഞ്ഞുങ്ങളാ. 8,000 മരിച്ച ബോഡിയായിരുന്നു ഡെബ്രിസിന്റെ ബിൽഡിംഗിൽ കിടന്നുകൊണ്ടിരുന്നത്. മോഡിജി ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ലല്ലോ. ഇതിനെക്കുറിച്ച് സംസാരിക്കാണ്ട് ഇവിടുന്ന് ദുബായിലോട്ട് പോയിട്ട് അവിടെ പോയി ഇരുന്നിട്ട് ഷേഖിന്റെ അടുത്ത് യാ ഹബീബി എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ തന്നെ പറ, ഇതൊക്കെയാണോ സ്നേഹം? നിങ്ങൾ തന്നെ നോക്ക്, ഈ ഹേമന്തിന്റെ മൈൻഡ് സെറ്റ് ഒന്ന് നോക്ക്. ഓവൈസി ഹമാസിനോടൊപ്പം ചേർന്നപ്പോൾ ഇന്ത്യ നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ആൾക്കാരുടെ ഒപ്പം ചേർത്ത് വെച്ച് സംസാരിക്കാലോ. അല്ലാമക് പസര കൈരാബാദി ആ കാലാപാനി കൊടുത്ത ശിക്ഷ കൊണ്ട് മരിച്ചുപോയി. 47 നാടിന് വേണ്ടി ജീവൻ കളഞ്ഞ് ബ്രിഗേഡിയൻ ഹുസ്മാന്റെ ഒപ്പം ചേർത്ത് സംസാരിക്കാലോ. ഹവദാർ അബ്ദുൾ ഹമീറിന്റെ ഒപ്പം ചേർത്ത് വെച്ച് സംസാരിക്കാലോ. 1965 നടന്ന വാറിലാണ് ജീവൻ ത്യാഗം ചെയ്തത്. ഇവിടെ ഓവൈസിയുടെ കൂടെ ജവഹർ ബ്രാദ്രാൻ, മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ കൂടെ ചേർത്ത് വെച്ച് സംസാരിക്കുന്നുണ്ടല്ലോ. നിങ്ങളുടെ തോട്ട് പ്രോസസ് ഇങ്ങനെ തന്നെയാണ്. മുസ്ലിംസ് എന്ന് വെച്ചാൽ ടെററിസം. ഞങ്ങൾ എങ്ങനെ ആർട്ടിക്കിൾ 370 ഇല്ലാതാക്കിയോ, എങ്ങനെ ഞങ്ങൾ രാമക്ഷേത്രം നിർമ്മിച്ചുവോ, അതുപോലെ ഓവൈസിയെ ഹൈദരാബാദിൽ നിന്ന് പറഞ്ഞുവിടുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഞങ്ങൾ എങ്ങോട്ടും പോകത്തില്ല. ഈ ലോകമുള്ള അവസാനം വരെ ഞങ്ങൾ ഇവിടെ തന്നെ കാണും. എന്നീ ലോകം അവസാനിക്കുന്നു അന്ന് തന്നെ ഞങ്ങൾ ഈ ലോകത്തുനിന്ന് അവസാനിക്കും. ഇത് ഇദ്ദേഹം സംസാരിക്കുന്ന ഒരു തോട്ട് പ്രോസസ്സാ. ഇപ്പോ ഇദ്ദേഹത്തിന് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, അസാമിലുള്ള മുസ്ലിംസിന്റെ മേത്ത് അത്ര വലിയ പ്രശ്നങ്ങൾ നടന്നിട്ട് പോലും അവിടെ ഉണ്ടായിരുന്ന മുസ്ലിം പെണ്ണുങ്ങളും പിന്നെ മുസ്ലിം ആണുങ്ങൾ പോലും എല്ലാവരും നീറ്റ് എക്സാമിലും മറ്റുള്ളവരെക്കാൾ നല്ല രീതിക്ക് പെർസെന്റേജ് എടുത്തു. അതുകൊണ്ട് എല്ലാവരും പേടിച്ചുപോയി. എന്താടാ ഇത്, എങ്ങനെ ഇത്രയും പേര് ക്വാളിഫൈ ആയെന്ന്? ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് യൂസ് ചെയ്ത് പല മദർസയാണ് അവർ ഇടിച്ചു കളഞ്ഞത്. ആ കാര്യത്തിനെ കുറിച്ച് അവരെവിടെയും സംസാരിക്കുന്നതില്ല. അവിടെയുള്ള പല മുസ്ലിംസിനും വീടില്ലാണ്ടാണ് ആക്കിയത് അവര്. അദ്ദേഹം അവിടെ പല കാര്യം മാറ്റിയിട്ടാണ് ഒരു പുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായിരുന്നു പറഞ്ഞു വന്നേ. അദ്ദേഹം വളരെ സങ്കടത്തോടെ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, കൊച്ചു പെൺകുട്ടികളെ പോലും നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ചു വിടുന്നു. പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് മാരേജിൽ സെൻട്രൽ ആക്ടിലുണ്ട്. പോക്സോ കേസുണ്ട്. ചൈൽഡ് മാരേജിനായിട്ട് ഒരു സ്റ്റഡി ഉണ്ട്. കഷ്ടപ്പാട് കൊണ്ടാണ് ഈ ചൈൽഡ് മാരേജ് നടക്കുന്നത്. അവർക്കൊക്കെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഡേറ്റ എന്താന്ന് പോലും അറിയത്തില്ല. നോക്കൂ, ഇന്ത്യയില് 12 മില്യൺ ചൈൽഡ് മാരേജ് ആണ് നടക്കുന്നത്. അത് 84% ഹിന്ദുസ് തന്നെയാണ്. 11% ആണ് മുസ്ലിം ചെയ്യുന്നത്. അതൊന്നും ഇദ്ദേഹം ചോദിക്കത്തില്ലേ? നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം എന്താ പറയുന്നത് വെച്ചാൽ, ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് വെച്ച് നോക്കുമ്പോൾ പെൺകുട്ടികളുടെ വിവാഹപ്രായം കുറവാണെങ്കിൽ ആ സമയത്തും കല്യാണം രജിസ്റ്റർ ചെയ്യുമായിരുന്നു.
ഇത് നല്ല പ്യൂറായിട്ടുള്ള നുണയാണ്. അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ ഉണ്ട് സാർ ഇതില്. അതുകൊണ്ട് ഈ ഒരു നുണയാണ് മുസ്ലിംസിനെ കുറിച്ച് ഇവർ പറയുന്നത്. എന്തോ ഒരു ഹിന്ദു പെണ്ണുങ്ങൾക്കാണ് 18 വയസ്സിൽ തന്നെ കല്യാണം നടക്കുന്നത്. അതുപോലെ തന്നെയാണ് മുസ്ലിം പെങ്കൊച്ചുങ്ങൾക്കും 18 വയസ്സിൽ നടക്കുന്നത്. 99 വർഷത്തിലുള്ള ലോയോ അവരെല്ലാം മാറ്റിയെടുത്തിട്ടുണ്ട്. പാതിരാത്രി പെട്ടെന്ന് ഒരു ലോ എടുത്തോണ്ട് വെക്കാൻ പാടില്ല. ഒരു മുസ്ലിം പെങ്കൊച്ചിനോ ഒരു മുസ്ലിം ചെറുക്കനോ കല്യാണം ചെയ്യണമെന്ന് വെച്ചാൽ സ്പെഷ്യൽ മാരേജ് ആക്ടിലാണ് അത് ചെയ്യുന്നത്. സ്പെഷ്യൽ മാരേജ് ആക്ടിൽ നിക്കാഹ് നടക്കില്ല. നിങ്ങളുടെ ആക്ട് വെച്ച് നോക്കുമ്പോൾ ഞങ്ങളുടെ ചടങ്ങ് സമ്പ്രദായം ഒന്നും ചെയ്യാൻ കഴിയത്തില്ലെന്നാ പറഞ്ഞേ. നിങ്ങൾ ഞങ്ങളുടെ മതത്തിന്റെ ഉള്ള റിച്വൽസ് ഒക്കെ അതില്ലാണ്ട് കല്യാണം തന്നെ നടക്കില്ല. അതൊക്കെയാണ് നിങ്ങൾ പറിച്ചെടുക്കുന്നത്. അതിനെക്കുറിച്ചൊന്നും പറയൂ. വെറുതെ എന്തിനാ സംസാരിച്ച് മുസ്ലിംസിനെ പേടിപ്പിക്കുന്നു എന്നാണ് അദ്ദേഹം നുണ പറഞ്ഞതല്ല, ഉള്ള ഫാക്റ്റാ പറഞ്ഞത്. ഞാൻ പറഞ്ഞ നുണയല്ല, സത്യവാ. അവര് 99 ഇയേഴ്സ് ഞാൻ പറഞ്ഞ എല്ലാ ലോവും മാറ്റിയെടുത്തതാണ്. എന്തുകൊണ്ടാ ഇങ്ങനെ ചെയ്തത്? ചൈൽഡ് മാരേജ് ഒന്നും സംഭവിക്കാൻ പാടില്ല. സാർ, ആ നിയമം ഞാൻ വായിച്ചിട്ടുണ്ട്. അതിന്റെ ലാസ്റ്റിലത്തെ പ്രൊവിഷൻ എന്താണെന്ന് വെച്ചാ അവസാനത്തെ പാരഗ്രാഫിൽ എഴുതിയിരിക്കുന്നത് ഈ നിയമം അനുസരിക്കാതെ ഒരു നിക്കാഹോ കല്യാണമോ നടന്നാ റിപ്പി ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. സ്പെഷ്യൽ മാരേജ് ആക്ട് ചെയ്ത പിന്നെ നിക്കാഹ് എങ്ങനെ നടക്കും? ഞാൻ എങ്ങനെ ചെയ്യും? നിങ്ങൾ തന്നെ സ്പെഷ്യൽ മാരേജ് ആക്ട് സെക്യുലർ ആയിട്ടുള്ള ആളുകൾക്ക് ഞാൻ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, നിങ്ങൾ സെക്യൂറിലായിട്ട് ഇരിക്കുവാണെങ്കിൽ ഹിന്ദു മതപ്രകാരം തന്നെയാണ് ഹിന്ദു കല്യാണമൊക്കെ നടക്കുന്നത്. സിഖിന്റെ മതപ്രകാരം തന്നെയാണ് സിഖുകളുടെ കല്യാണം നടക്കുന്നത്. തെറ്റിദ്ധാരണ UCC പറ്റിയും താങ്കൾ എന്താ പറഞ്ഞെന്ന് വെച്ചാ UCC വരികയാണെങ്കിൽ നിക്കാഹ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ചെയ്യാൻ പറ്റില്ലെങ്കിൽ വേറെ മാർഗം അങ്ങനെയൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ UCCയുടെ ആവശ്യമില്ലല്ലോ. അംബേദ്കർ വോളണ്ടിയർ ആയിട്ടാ ചെയ്യാൻ പറഞ്ഞത്. UCCക്ക് വേണ്ടി നമ്മൾ എന്താ ചെയ്തത്? സ്പെഷ്യൽ മാരേജ് ആക്ട് ക്രിയേറ്റ് ചെയ്തു, ഇന്ത്യൻ സക്സഷൻ ആക്ട് ക്രിയേറ്റ് ചെയ്തു. ഇപ്പൊ 2 സെക്യൂറിലായ ലോ ആണ് നമ്മളിപ്പോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ തന്നെ ഇത് ചോദിക്കണം. അല്ല, എനിക്കറിയാം നിങ്ങൾ ഈ ചോദ്യം തീർച്ചയായിട്ടും ചോദിക്കുമെന്ന്. അത് ഞാൻ എഴുതിക്കൊണ്ട് തന്നെ വന്നിട്ടുണ്ട്. ഉത്തരാഖണ്ഡില് സെക്ഷൻ 4, അതായത് സബ്സെക്ഷൻ 4 നിങ്ങളൊന്ന് പഠിച്ചെടുത്തേ. ഹിന്ദു മതത്തില് പ്രൊഹിബിഷൻ ഓഫ് മാരേജ് ആക്ട് ഉണ്ട്. അച്ഛന്റെ ഭാഗത്തോ അമ്മയുടെ ഭാഗത്തോ ഒന്നും സംഭവിക്കാൻ പാടില്ല. നിങ്ങൾക്കത് അറിയാമല്ലോ. പക്ഷെ മുസ്ലിംസ് ഇതിനൊക്കെ ചെയ്യാം. പക്ഷെ നിങ്ങൾ ഈ പ്രൊഹിബിഷൻ സെക്ഷൻ 4 സബ്സെക്ഷൻ 4 ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. അല്ല, നിങ്ങൾ എന്തിനാ എന്നെ തടയുന്നത്? നിങ്ങൾക്കത് പ്രശ്നമാണെങ്കിൽ നിങ്ങളത് പറഞ്ഞാൽ മതി. നിങ്ങൾ എന്തിനാ എന്നെ അടുത്ത് പറയുന്നത്? ഇതാണ് നമ്പർ 1 പോയിന്റ്. സിസ്റ്റേഴ്സിന്റെ കൂടെയും കസിൻസിന്റെ കൂടെയും വിവാഹം ചെയ്യാൻ പാടില്ലെന്നുള്ള അത് ഞാൻ ആ ലിസ്റ്റ് തന്നെ ഉണ്ടാക്കിയല്ലോ. ഇതിൽ മറ്റൊരു കാര്യം നിങ്ങൾ എന്താന്ന് നോക്കിയാൽ, ഉത്തരാഖണ്ഡിൽ 2010 നിങ്ങൾക്ക് ആർക്കെങ്കിലും കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ വന്ന് രജിസ്റ്റർ ചെയ്യണം. 2010 ആർക്കെങ്കിലും സ്വന്തത്തിൽ തന്നെ കല്യാണം കഴിക്കുകയാണെങ്കിൽ അതാരും അങ്ങനെ രജിസ്റ്റർ ചെയ്യത്തില്ല. നിങ്ങൾ നിങ്ങളുടെ മതത്തെ എന്തുകൊണ്ടാണ് എന്റെ അടുത്ത് പറയുന്നത്? നിങ്ങൾ നിങ്ങളുടെ മതത്തിന്റെ മൊറാലിറ്റി നല്ലതാണെന്നോ എന്റെ മൊറാലിറ്റി തെറ്റാണെന്നോ എന്തുകൊണ്ടാണ് എന്റെ അടുത്ത് തന്നെ വന്ന് പറയുന്നത്? പുഷ്കർ സിംഗ് ദാവി ആപ്കി അദാലത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചിരുന്നു. അപ്പൊ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മുസ്ലിങ്ങളെല്ലാം 4 കല്യാണങ്ങൾ കഴിക്കുന്നു. നിർത്താൻ വേണ്ടിയാണ് ഈ നിയമം. ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ, ഇദ്ദേഹം പറഞ്ഞൊക്കെ മുഴുവൻ നുണയാ. അതെല്ലാം നുണയാ. 2006 ശേഷം ഞാൻ പറഞ്ഞ നിങ്ങൾ തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്. 2006 ഗവൺമെന്റ് ഡേറ്റയാണിത്. 2006 ഗവൺമെന്റ് ഡേറ്റയുടെ അനുസരിച്ച്, അതായത് 100 കല്യാണം നടക്കുന്നുണ്ടെങ്കിൽ ഹിന്ദുക്കളില് 1.7% 2 വൈഫുണ്ട്. മുസ്ലിംസിൽ 2.5. ഇത് തന്നെയാണ് 2016 ഡേറ്റ. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കാത്തത്? പിന്നെ ഒരു മുസ്ലിംസിന് ഒരു 2ാമത് കല്യാണം കഴിഞ്ഞാൽ ആ പെണ്ണിന് ഭാര്യ എന്നുള്ള ഒരു സ്റ്റേറ്റസ് ആണ് കിട്ടുന്നത്. ഹിന്ദുക്കളിൽ ആർക്കെങ്കിലും 2ാമതൊരു കല്യാണം നടന്നാൽ അത് ഭാര്യയല്ല, അത് മിസ്ട്രസ് ആണ്. ഒരുപക്ഷെ ഞാൻ മരിച്ചാ നിങ്ങളത് ആലോചിച്ചോളൂ. എനിക്ക് 2 ഭാര്യയുണ്ട്, നിങ്ങൾ കരുതിക്കോളൂ. ഒരെണ്ണം വെച്ചോണ്ട് തന്നെ ഞാൻ ഇവിടെ കഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കുന്നത്. വെറുതെ ഒരെണ്ണം എക്സ്ട്രാ ഉണ്ടെന്ന് നിങ്ങൾ കരുതിയാൽ മതി. കാരണം ഞാൻ ചത്തതിന് ശേഷം അവർക്കൊരു പ്രോപ്പർട്ടി കിട്ടും. അത് അത്ര പെട്ടെന്ന് കിട്ടത്തില്ലല്ലോ അവർക്ക്. പക്ഷെ എന്തുകൊണ്ടാണ് ഇതൊന്നും ഇവർ പറയാത്തത്? ശരി, ഇനി ഡിവോഴ്സിനെ കുറിച്ച് സംസാരിക്കാം. ഉത്തരാഖണ്ഡിലെ ഡിവോഴ്സിന്റെ ലോ ഒക്കെ എന്താ ഇവർ ചെയ്തതെന്ന് വെച്ചാൽ അതൊക്കെ സെയിം ആക്കിയാണ് വെച്ചിരിക്കുന്നത്. ഹിന്ദു മാരേജ് ആക്ട് 54, സ്പെഷ്യൽ മാരേജ് ആക്ട് 54, ഡിവോഴ്സ് ആക്ട് 69. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്? നിങ്ങളുടെ മതത്തിന്റെ ഉള്ള കാര്യമൊക്കെ എന്റെ മേത്തിട്ടിട്ട് UCC എന്നൊക്കെ പറയുന്നത്. ഇതിൽ UCCക്ക് പ്രകാരം ഏത് UCCയിലെ നിങ്ങൾ ട്രൈബൽസിനൊക്കെ ഒരുപോലെ തന്നെ ചെയ്യുന്നത്? അല്ല സാർ, എവിടെ സാർ ഇതിൽ യൂണിഫോമിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും അതൊന്നും ഫോളോ ചെയ്യുന്നില്ലല്ലോ. 4ാമത്തെ പോയിന്റ് എന്താന്ന് വെച്ചാൽ, ഉത്തരാഖണ്ഡില് UCC എന്ന് പറയുന്നത് അത് നാട് മുഴുവനും ഉണ്ടാവണം. അതിന്റെ ഒപ്പം നിങ്ങൾ സ്റ്റേറ്റിൽ ഒരു പുതിയ ലോ ഉണ്ടാക്കി മുസ്ലിംസിന്റെ അവരുടെ മതത്തിൽ നിന്ന് നിങ്ങൾ ദൂരെ ആക്കുവാണ്. അവരുടെ റിലീജിയസ് പ്രാക്ടീസിൽ നിങ്ങൾ ദൂരെ ആക്കുവാണ്. റീഫോം എന്ന പേരിലുള്ള ഞങ്ങളുടെ റിലീജിയസ് ഒക്കെ പറിച്ചെടുക്കാൻ നോക്കുവാണ്. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. എക്സാമ്പിൾസ് ഞാൻ വേണമെങ്കിൽ തരാൻ നോക്കൂ. സെക്ഷൻ 4, സബ്സെക്ഷൻ 4. അത് മാത്രമല്ലാണ്ട് ഞങ്ങളുടെ ഡിവോഴ്സ് സെക്ഷൻ, ഇതൊക്കെ 25, 27. അതിന്റെ ഒപ്പം മുസ്ലിംസിലൊക്കെ നടക്കുന്ന കല്യാണം 7 ജന്മത്തിനൊന്നും ഉള്ളതല്ല. ഹിന്ദു മതത്തിലാണ് 7 ജന്മം ഒരുമിച്ചിരിക്കണം. ഇതിലൊരു കോൺട്രാക്റ്റ് ഉണ്ട്. 1 ജന്മത്തിന് മാത്രം മതി, 7 ജന്മത്തിനും വേണ്ടെന്നുള്ളതാണ്. അതാണ് സത്യം. ജന്മത്തിന് ആരും ഒന്നും കൂടെ വരാൻ പോകുന്നില്ലെന്നോ. ഞാൻ എന്താ ചോദിക്കാൻ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ, ചില പേര് പറയുന്നു ഒരുപാട് കുട്ടികൾ ജനിക്കുകയാണെങ്കിൽ ഡെമോഗ്രാഫിക് അധികമാവുമെന്ന്. ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്താണ് പറയാൻ വിചാരിക്കുന്നത്? ഈ സ്റ്റേറ്റ്മെന്റ് തന്നെ ഒരു നുണയാണ്, തെറ്റാണ്. ഞാൻ നിങ്ങൾക്കൊരു സ്റ്റേറ്റ്മെന്റ് പറയാം. ഇന്ത്യയുടെ ഫെർട്ടിലിറ്റി റേറ്റ്, അതായത് മുസ്ലിംസും ഹിന്ദുവും കൂടെ
1992-ൽ മുസ്ലിംസിന്റെ റേറ്റ് ഫെർട്ടിലിറ്റിയിൽ നോക്കിയാൽ 4.41 ആണ്. ഇപ്പൊ അവര് റിലീസ് ചെയ്തിട്ടുണ്ട്. ഗവൺമെന്റിന്റെ ലേറ്റസ്റ്റ് ഡേറ്റയിൽ 2.36 എന്നാണുള്ളത്. ഹിന്ദുസിന്റേത് 3.36 ഉള്ളത്. ഇപ്പോ 1.94 ഇതിലുള്ള ഡിഫറൻസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 0.4% മാത്രമാണ്. ചില ആൾക്കാർ പറയുമല്ലോ ഈ മുസ്ലിംസ് ചിലപ്പോൾ ഹിന്ദുക്കളെയൊക്കെ ഓവർടേക്ക് ചെയ്ത് ഇങ്ങനെ പോകുന്ന. അങ്ങനെ ഒന്നുമില്ല. 100 വർഷം ആയാലും ശരി, 1000 വർഷം ആയാലും ശരി, ഇന്ത്യയില് ഹിന്ദുക്കളുടെ പോപ്പുലേഷൻ എപ്പോഴാണ് സ്റ്റെബിലൈസ് ആവുന്നതെന്ന് വെച്ചാൽ ബൈ 2070. മുസ്ലിംസിന്റെ പോപ്പുലേഷൻ എപ്പോൾ സ്റ്റെബിലൈസ് ആവുമെന്ന് വെച്ചാൽ 2141 ആയിരിക്കും. അതിന്റെ ഒപ്പം മാക്സിമം മുസ്ലിംസ് പോപ്പുലേഷൻ 18.8% മാത്രമേ ഉണ്ടാവുള്ളൂ. അത്രേ ഉള്ളൂ. ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വളരെ ഫേമസ് ആണ്. എക്സാമ്പിളായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ബെൽജിയമിൽ ബാലൻസിംഗ് നഷ്ടപ്പെട്ടു. ഇപ്പോൾ മുസ്ലിംസ് ആണ് കൂടുതൽ. അവിടെയുള്ള ലോക്കൽസ് കുറഞ്ഞു പോയാൽ. ബെൽജിയത്തില് വാഫിൾസ് എന്ന് പറയുന്നത് നല്ല രസമായിരിക്കും. ഞാനത് കഴിച്ചിട്ടുള്ള ഒരാളാ. പക്ഷേ ബെൽജിയം ഇന്ന് അറബ് കൺട്രീസിലോട്ട് അവിടെ നിന്ന് കുറെ ജനങ്ങൾ വന്നിട്ടുണ്ട്. അവരൊക്കെ അവിടെ ഇരിപ്പുണ്ട് ഇപ്പോൾ. പക്ഷേ ഇന്ത്യയിലൊന്നും അങ്ങനെ നടക്കാനുള്ള ഒരു സാധ്യതയുമില്ല. ഇന്ത്യയിൽ ഇംപെരിക്കൽ എവിഡൻസ് ഉണ്ട്. അതിന് പ്രകാരം പറയുന്ന ഈ നമ്പേഴ്സ് വെച്ചു അവര് ചാലഞ്ച് ചെയ്യുകയില്ല. അവരെന്താ പറയുന്നതെന്ന് വെച്ചാൽ പോപ്പുലേഷൻ സർവേ എടുക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥർ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് അപ്പോൾ മുസ്ലിങ്ങൾ അവരുടെ കുടുംബത്തിലുള്ള 9 കുട്ടികളിൽ 4 പേരെ മാത്രം കാണിച്ച് 5 പേരെ മറച്ചു വെക്കുന്നു എന്ന് വെച്ചാൽ 9 പേരുണ്ടെന്ന് അവർക്ക് എങ്ങനെ അറിയായിരുന്നു? അതായത് ഒന്ന് സെൻസെക്സ് എടുക്കാൻ പോകുന്നതായിരിക്കും അവിടെ ഉള്ളതിൽ വെച്ച് അപ്പനായിട്ടുള്ളത്. ഇല്ലെങ്കിൽ അവരുടെ ചിറ്റപ്പനായിരിക്കാം, ഇല്ലെങ്കിൽ അവരുടെ അപ്പൂപ്പനായിരിക്കാം, ഇല്ലെങ്കിൽ സ്വന്തക്കാരെങ്കിലും ആയിരിക്കാം, ഇല്ലെങ്കിൽ അവരുടെ മോൾ ആരെങ്കിലും അവരുടെ വീട്ടിലുണ്ടാവാം. അവർക്കെങ്ങനെ അതറിയാം? ഇതൊക്കെ വളരെ തെറ്റാണ് സാർ. 9 പേരൊക്കെ പെറ്റെടുക്കുകയെന്ന് വെച്ചാൽ അത് വളരെ എളുപ്പമുള്ളതല്ല. നിങ്ങൾ എല്ലാവരെയും പഠിപ്പിക്കണം. മുസ്ലിം കൊച്ചുങ്ങൾക്ക് ഡിമാൻഡ് റിവൽസ് ഒക്കെ കൊടുക്കേണ്ടതാണ്, സ്കോളർഷിപ്പ് ഒക്കെ കൊടുക്കേണ്ടത്. ഞാൻ പറയുന്നത് കേട്ടോളൂ. ഈ 21-ന് മുമ്പിൽ തന്നെ എല്ലാ പോപ്പുലേഷനും ഡിമാൻഡ് ആവും. നിങ്ങൾ പഠിത്തത്തിന് ഹെൽപ്പ് ചെയ്യുന്നില്ല. മോഡിജി സ്കോളർഷിപ്പ് തന്നെ എല്ലാം സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയല്ലേ? നരേന്ദ്രമോദി ആപ്കി അദാലത്തിൽ വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് മുസ്ലിമിന്റെ ഒരു കൈയിൽ ഖുറാനും ഒരു കൈയിൽ ലാപ്ടോപ്പും കാണാനാണ് അദ്ദേഹത്തിന് ആഗ്രഹമെന്ന്. മോദിജി ഞങ്ങളുടെ കയ്യിൽ ഒന്നും തന്നെ വിട്ടുവെച്ചിട്ടില്ല. ഞങ്ങളുടെ വീടുകൾ പറിച്ചെടുത്ത്, ഞങ്ങളുടെ മസൂദികളെ പറിച്ചെടുത്ത്, അദ്ദേഹം ഞങ്ങളുടെ അടയാളം പറിച്ചെടുത്ത്. അതാണ് മോദിജി നല്ല രീതിക്ക് ഡയലോഗൊക്കെ പറയുന്നുണ്ട്. മാഷാ അല്ലാഹ്, നമ്മളെ കൊണ്ട് അദ്ദേഹത്തിനോട് കോമ്പറ്റേറ്റ് ചെയ്യാൻ പറ്റില്ല. ആരെ കൊണ്ട് കോമ്പറ്റേറ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഒരു കയ്യിൽ കമ്പ്യൂട്ടർ ഒരു കയ്യിൽ ഖുറാൻ ഉണ്ടെന്ന് നിങ്ങൾ വിചാരിച്ചിരുന്നാൽ, ഫ്രീ മാറ്റർ സ്കോളർഷിപ്പ് കൊടുക്കുവാന്ന് നിങ്ങൾ വിചാരിച്ചാൽ, നിങ്ങൾ ക്ലാസ് 3, 5, 6 എല്ലാം നിങ്ങൾ ഇപ്പൊ ആരംഭിച്ചിരിക്കേണ്ടതല്ലേ? നിങ്ങൾ മൗലാന ആസാദ് ഫൗണ്ടേഷൻ എന്തുകൊണ്ടാണ് ക്ലോസ് ചെയ്തത്? കുറെ ആൾക്കാർ PhD ചെയ്തതാണ്. അതെന്തുകൊണ്ടാണ് ക്ലോസ് ചെയ്തത്? നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതല്ലേ ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മെറിറ്റിന്റെ മെയിൻ സ്കോളർഷിപ്പ് തന്നെ കുറച്ചു. അതായത് 2001-2022 ബഡ്ജറ്റില് വെറും 22% മാത്രമാണ് ചെലവ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ആ പാർലമെന്റിന്റെ ഡേറ്റ ഒന്ന് എടുത്തു നോക്ക്. സോ നിങ്ങൾ പോപ്പുലേഷനെ കുറിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. മുസ്ലിംസിന്റെ മുഴുവൻ പോപ്പുലേഷൻസും 18.9 തന്നെ നിൽക്കും. അത് സ്റ്റെബിലൈസ് ആയിരിക്കും. അതിന്റെ ഒപ്പം ഹിന്ദുക്കളും അല്ലാണ്ട് മുസ്ലിംസും 18 crores വ്യത്യാസം ഉണ്ടാവും. എപ്പോഴും അത് അങ്ങനെ തന്നെ ഇരിക്കാൻ പോകുന്നത്. ഈ BJP RSS പറയുന്ന ഒന്നും ഒരിക്കലും കേൾക്കണ്ട. ഇവരെയൊക്കെ ദൈവം എന്ത് പറഞ്ഞാലും നിങ്ങൾ അത് വിശ്വസിക്കരുത്. മുകളിലോട്ട് പോകുന്നതൊക്കെ അവർ മറ്റൊരു കാര്യവും പറയുന്നുണ്ട്. അവർ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ മുസ്ലിംസ് പോപ്പുലേഷൻ കൺട്രോളിന്റെ മെത്തേഡ്സ് ഫോളോ ചെയ്യുന്നില്ലെന്ന്. അല്ല, വലിയൊരു നുണയുണ്ടായിരുന്നു. അതൊക്കെ എന്താന്ന് വെച്ചാൽ കോൺഗ്രസ് ഓപ്ഷൻ യൂസ് ചെയ്തതിനുള്ള ഡേറ്റ ഞാൻ എന്താന്ന് നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞുതരാം. 92-93 മുസ്ലിംസ് എല്ലാവരും 27.7% കോൺട്രസെപ്ഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 2019 60.2% മുസ്ലിംസാണ് കോൺട്രവേഴ്സി യൂസ് ചെയ്തിരിക്കുന്നത്. ശരി, ഇതിൽ ഈ ഹിന്ദുക്കളുടെ എണ്ണവും കൂടിയിട്ടുണ്ട്. അത് നിങ്ങൾക്കൊക്കെ അറിയാവോ? 92-ൽ 41 ആയിട്ടിരുന്നതാണ്. അത് 67.1%-ലോട്ടാണ് ഇപ്പൊ എത്തിയിരിക്കുന്നത്. മുസ്ലിംസിലുള്ള ആണുങ്ങളെ തെറ്റ് പറയുന്നില്ലേ? കോൺട്രസെപ്ഷൻ എല്ലാത്തിനേക്കാൾ അധികമായിട്ട് ഈ ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത് മുസ്ലിംസ് ആണ്. മുസ്ലിംസ് 34 points ആണ്. പിന്നെ ഹിന്ദുക്കളിലുള്ള ആണുങ്ങൾ ഉപയോഗിക്കുന്നത് 34.1% ആണ്. സിഖ് ചേട്ടന്മാരാ ഇരിക്കുന്നത് അവിടെ. ശരി, ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാന്ന, നമ്മുടെ നാടിന്റെ പ്രധാനമന്ത്രി എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടില് എത്ര ആൾക്കാരാണോ കുഞ്ഞുങ്ങളെ കുറച്ച് മാത്രം വെച്ചിട്ടുള്ളതോ എന്ന് വെച്ചാൽ ഫാമിലി പ്ലാനിംഗ് ചെയ്യുന്നവർ അവർ മാത്രമാണ് നല്ലവരെന്നും നാട്ടിൽ സത്യസന്ധരെന്നും പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങളുടെ ആൾക്കാരാണ് 75% ഫാമിലി പ്ലാനിംഗ് ചെയ്യുന്നത്. 45% മുസ്ലിംസ് ആൻഡ് 50% ആണ് ഹിന്ദുക്കൾ ചെയ്യുന്നത്. ഇല്ലല്ലോ, ഞാൻ എന്താ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, ഇത് എന്റെ ഡേറ്റ അല്ല, ഇത് ഗവൺമെന്റിന്റെ ഡേറ്റയാണ്. ഈ ഗവൺമെന്റ് ഡേറ്റയാ. ഇതെല്ലാം കഴിഞ്ഞിട്ട് BJP കൂടെ നോക്കുമ്പോൾ RSSഉം പിന്നെ സംഘ് പരിവാറും വെറുതെ ചുമ്മാ പറയുവാണ്. ഇവരൊന്നും ഫാമിലി പ്ലാനിംഗ് ചെയ്യുന്നില്ല, എല്ലാം ചേസിങ് ചെയ്യുവാണ്. ഇസ്ലാമിയർകളിൽ എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ കറക്റ്റ് സമയത്ത് കുഞ്ഞുങ്ങളെ പെറ്റെടുത്തോളൂ.
ആരും ഒന്നും പറയാൻ പോകുന്നില്ല. ശരി, ഫാമിലി പ്ലാനിങ് അവർ ചെയ്യുന്നുണ്ട്. ഇസ്ലാമിൽ ഇതൊന്നും അനുമതി അല്ലെങ്കിൽ പോലും 20% പെണ്ണുങ്ങൾ അത് ചെയ്യുന്നുണ്ട്. അറിയാവോ? 20% ഉണ്ട്. പക്ഷെ ഡേറ്റ ഒന്നും നിങ്ങളുടെ അടുത്ത് പറയുന്നില്ലല്ലോ. ഞാൻ പറയുന്നതൊക്കെ തെറ്റാണ്. നിങ്ങളൊന്ന് ദയവ് ഇത് പ്രൂവ് ചെയ്ത് കാണിക്കാനാ പറയുന്നത് ഞാൻ. അതിനുശേഷം നമുക്ക് ഇവിടെ വന്നിരിക്കാം. അതായത് രാജ സാറ് നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ. 2 പ്രാവശ്യം എന്നെ വിളിച്ചത് എനിക്ക് ഏറ്റവും വലിയ ഹോണർ. ഇപ്പൊ എന്റെ താടി അത്ര കറുത്തില്ല, കുറച്ച് വൈറ്റ് ആയി. വേറെ എന്ത് പറയാനാ, ഞാൻ ഒന്നും പറയുന്നില്ല. ആർക്കെങ്കിലും ചോദ്യം ചോദിക്കണേ ചോദിക്കാം. നിങ്ങളുടെ സ്പീച്ചസിൽ മുസ്ലിമാണ് മുസ്ലിംസിന്റെ എനിമി എന്ന് നിങ്ങൾ പറയുന്നു. ഇതിലും മറിഞ്ഞിരിക്കുന്നവനെ നമ്മളതിനെ കണ്ടുപിടിക്കണം എന്ന് പറയുന്നു. നിങ്ങളിങ്ങനെ സംസാരിക്കണോണ്ട് ജനങ്ങളെ നിങ്ങൾ ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ പുറകെ വന്ന് നിങ്ങളെ ഫോളോ ചെയ്യുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഹെർബലയുടെ മണ്ണില് ഹിമാം ഹുസൈനെ കൊന്നത് മുസ്ലിംസ് തന്നെയാണ്. ഹെർബലയുടെ മണ്ണില് ഹിമാം ഹുസൈന്റെ കൂടെ നമാസ് ചെയ്തോണ്ടാണ് ഇരുന്നത്. നമാസിന് ശേഷം കത്തിയെടുത്ത് മുസ്ലിംസ് തന്നെയാ. ഹെർബലയുടെ മണ്ണില് റസൂൽ അല്ലാഹു സലൈലാക്കു അലൈക്കു സലാം അവരുടെ മകനെ കൊന്നത് ഒരു മുസ്ലിമാണ്. ടിപ്പു സുൽത്താനെ സിരാജുദ്ദൗലെ കൊന്നത് ഒരു മുസ്ലിം തന്നെയാണ്. സോ ഇത് ചിലപ്പോ ഒരു ഹിസ്റ്ററി ആയിരിക്കാം. ഇപ്പോഴും അതുപോലെ തന്നെ സംഭവിക്കുന്നത് എനിക്കറിയാം. അത് തന്നെ ഞാനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്ര നേരം നിങ്ങൾ സംസാരിച്ചത് കേട്ടത് വെച്ച് എന്താ തോന്നുന്നതെന്നാൽ നിങ്ങൾക്ക് കവിത എന്നാൽ ഒരുപാട് ഇഷ്ടമാണെന്നും നിങ്ങളുടെ സ്പീച്ച് കൂടെ നിങ്ങൾ കവിത മൂലമാണ് ജനങ്ങളിലേക്ക് ചേർക്കേണ്ടത് നിങ്ങൾ വിചാരിക്കുന്നു. സോ ഇപ്പോഴുള്ള നമ്മുടെ നാടിന്റെ അവസ്ഥയെ എങ്ങനെയാണ് നിങ്ങളുടെ കവിത മൂലം ജനങ്ങളിലേക്ക് പറയുക എന്ന് കേൾക്കാൻ ആഗ്രഹമുണ്ട്. इखलाक का जलता हुआ घर देख रहा हूँ, देखा नहीं जाता मगर देख रहा हूँ. സർദാർ സാറിന് എന്തോ ചോദിക്കാനുണ്ടോ? കൊടുക്കൂ. ആദ്യത്തെ കാര്യം, നിങ്ങൾ ഞങ്ങളെ പുകഴ്ത്തി, അതുകൊണ്ട് ഞങ്ങളും നിങ്ങളെ പുകഴ്ത്തുന്നു. ഞങ്ങൾ ലെഫ്റ്റ് ഹാൻഡിലാ വാച്ച് കെട്ടുക, അതന്നെ മുസ്ലിംസ് പറയുക. നിങ്ങൾ റൈറ്റ് സൈഡിലാ കെട്ടിയിരിക്കുന്നത്, ഞങ്ങളാണ് ലെഫ്റ്റ് സൈഡ് കെട്ടുക. പക്ഷെ കെട്ടിയില്ലല്ലോ അല്ലേ? നിങ്ങൾ ശരിയാണ്, ഞങ്ങളാണ് തെറ്റായിട്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ എല്ലാവരും പറഞ്ഞു, ഇപ്പൊ നിങ്ങളും പറയുന്നു BJP RSS എന്ന്. ഹിന്ദുസ് എല്ലാവരും ഒന്നു ചേർന്ന് അഖണ്ഡ ഭാരതത്തിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അഖണ്ഡ ഭാരതത്തിന് നല്ല സപ്പോർട്ടാണ്. പക്ഷെ 13% മുസ്ലിം സുഹൃത്തുക്കൾ നിങ്ങളുടെ അഖണ്ഡ ഭാരതം വേണമെന്ന് പ്രിയപ്പെടുന്നു. അതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു? ഞാൻ എന്ത് വിചാരിക്കുന്നു വെച്ചാൽ അതിൽ പഞ്ചാബ് ഉണ്ടായിരിക്കണമെന്നാണ്. നമ്മളുടെ മുസ്ലിം സഹോദരങ്ങൾ ഒന്നായിരിക്കണം. മുസ്ലിം സുഹൃത്തുക്കൾ വരും, അവര് നിങ്ങൾക്കാണ് സപ്പോർട്ട് ചെയ്യുക, നിങ്ങളെയാണ് ഉയർത്തി സംസാരിക്കുക, നിങ്ങൾക്ക് പേരും പുകഴും കിട്ടും. കണ്ടില്ലേ? അഖണ്ഡ ഭാരതത്തിന് വേണ്ടി ഞാൻ തയ്യാറായിട്ടാണുള്ളത്. അതെ, ബംഗ്ലാദേശ് മുഴുവനായിട്ട് എടുത്തോളൂ, മുഴുവൻ പാകിസ്ഥാനും കൂടെ എടുത്തോളൂ, പകുതി അഫ്ഗാനിസ്ഥാനും എടുത്തോളൂ, പകുതി ബർമയും മേടിച്ചോളൂ, അതിന്റെ ഒപ്പം പിന്നെ ഭൂട്ടാനും കൂടെ മിച്ചം എടുത്തോളൂ, വേണമെങ്കിൽ മുഴുവൻ നേപ്പാളും കൂടെ എടുത്തോളൂ. പക്ഷെ അതിനൊക്കെ മുമ്പായിട്ട് മോഡിജിക്ക് ആവശ്യമുള്ളത് POK ആണ്. ഈ 3 പേരെ പറഞ്ഞു വിടൂ. അദ്ദേഹത്തിന് അതാണ്. പാകിസ്ഥാന്റെ ആ പകുതി മാത്രം സമ്മതിച്ചല്ലേ പറ്റൂ സാറേ. എടുത്തോളൂ, ആരാണ് തടയുന്നത്? സപ്പോർട്ട് ചെയ്യണം സാറേ. അല്ല, ഞാൻ സപ്പോർട്ട് ചെയ്തോണ്ടാണ് ഇരിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് എഴുതി തരട്ടെ? സർ, വേണ്ട വേണ്ട വേണ്ട. എന്ത് പറയാനാ? ശരി, ഇപ്പോൾ നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കെ അദാലത്തിൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും തുടരുന്നതായിരിക്കും. മുസ്ലിം യുവാക്കളെ നമ്മുടെ മുസ്ലിം പള്ളികൾ നിങ്ങൾ വേണം സംരക്ഷിക്കാൻ. അങ്ങനെ ചെയ്തില്ലെങ്കിൽ അതെല്ലാം നമ്മുടെ പക്കൽ നിന്ന് അവർ പിടിച്ചെടുക്കും. സത്യമല്ലേ? ആര് പിടിച്ചെടുക്കുന്ന? BJP RSS ഒക്കെ പറിച്ചെടുക്കാൻ നോക്കുക. വെൽക്കം ബാക്ക്. ആപ്കെ അദാലത്തിൽ നമ്മൾ വിചാരണ നടത്തിക്കൊണ്ടിരിക്കുന്നത്, ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അസദുദ്ദീൻ ഒവൈസിയോടാണ്. ആപ്കെ അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കെ അദാലത്തിൽ AIMIMന്റെ പ്രസിഡന്റ് അസദുദ്ദീൻ ഒവൈസിയുടെ മേൽ ചുമത്തപ്പെട്ട അടുത്ത കുറ്റാരോപണം ഇദ്ദേഹം ജനങ്ങളുടെ വികാരത്തെ ഇളക്കി വിടുന്നു എന്നുള്ളതാണ്. താങ്കളുടെ ഒരു സ്പീച്ച് എൻ്റെ കൈവശമുണ്ട്. അതിൽ താങ്കൾ പറഞ്ഞത്, മുസ്ലിം യുവാക്കളെ നമ്മുടെ മുസ്ലിം പള്ളികൾ നിങ്ങൾ വേണം സംരക്ഷിക്കാൻ. അങ്ങനെ ചെയ്തില്ലെങ്കിൽ അതെല്ലാം നമ്മുടെ പക്കൽ നിന്ന് അവർ പിടിച്ചെടുക്കും. സത്യമല്ലേ? ആര് പിടിച്ചെടുക്കുന്ന? BJP RSS ഒക്കെ പറിച്ചെടുക്കാൻ നോക്കുക. ഭരണത്തിലുള്ളവരെല്ലാം പറിച്ചെടുക്കാൻ നോക്കുമല്ലേ? ഏത് മുസ്ലിം പള്ളി സത്യം ചെയ്തത്? നിങ്ങളിപ്പോ നോക്കുവാണെങ്കിൽ മറ്റേ ഡൽഹിയിൽ 600 വർഷം പഴയ മസൂദിയല്ലേ ഇടിച്ചെടുത്തത്. സുനേറിബായിന്റെ മസൂദിയൊക്കെ ഇടിക്കണമെന്ന് നിങ്ങൾ വിചാരിച്ചു. എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു പ്രൈം മിനിസ്റ്റർ ഇല്ലെങ്കിൽ ഹോം മിനിസ്റ്റർ ഒരു പക്ഷേ അമ്പലത്തിന്റെ മുമ്പിൽ പോവുകയാണെങ്കിൽ എപ്പോഴെങ്കിലും ആ പൂജ ചെയ്ത് നിർത്തിയിട്ടുണ്ടോ? പറയൂ. അങ്ങനെ കേട്ടിട്ടുണ്ടോ? സുനേറിബായുടെ മസൂദിയുടെ അടുത്ത് പ്രൈം മിനിസ്റ്റർ എപ്പോഴെങ്കിലും പോയെന്ന് വെച്ചാൽ മൂവ്മെന്റ് അങ്ങനെ ഒരു കാര്യം പറയും. ആ സമയത്ത് മസൂദിൽ നമാസ് നിർത്തും. എന്തുകൊണ്ടാണ് നടക്കാത്തെ? നിങ്ങൾ തന്നെ കേട്ടോളൂ, ഞാൻ പറയുന്നത് വിശ്വസിക്കണ്ട, കേട്ടാ മതി. അവിടെയുള്ള ഹിമാം സാറിന്റെ അടുത്ത് ചോദിച്ചു നോക്കണം. ഏത് ബിൽഡിംഗ് തകർക്കാൻ പാടില്ലെന്നുള്ളതൊക്കെ കോടതി എടുക്കുന്ന തീരുമാനമല്ലേ? ഇല്ല, അത് നിങ്ങൾ പറഞ്ഞു വരുന്ന ഗവൺമെന്റ് തീരുമാനത്തെ പറ്റിയാണ് പറഞ്ഞത്. ചെന്നൈയിൽ സർക്കാർ സ്ഥലത്ത് ഏതൊക്കെ ബിൽഡിങ്ങുകൾ കെട്ടിയിട്ടുണ്ടോ
അതായത് ഏതൊക്കെ മതസ്ഥാപനങ്ങളുണ്ടോ അതെല്ലാം ഇടിച്ചു കളയാനാണ് ഓർഡർ ഇട്ടിരിക്കുന്നത്. അവിടെ കോയമ്പേടിൽ ഒരു മുസ്ലിം പള്ളിയുണ്ട്. ആ കേസിൽ സുപ്രീം കോടതിയുടെ വിധി എന്താണെന്ന് വെച്ചാ ഇതുപോലെയുള്ള മതവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ, അത് ചർച്ചാണെങ്കിലും മുസ്ലിം പള്ളിയാണെങ്കിലും അല്ല അമ്പലമാണെങ്കിലും എല്ലാം ഇടിച്ചു കളയാനാണ് വിധി. സാർ, ഞാൻ കോർട്ടിന്റെ ഓർഡേഴ്സിനെ കുറിച്ചല്ല സംസാരിച്ചത്. ഞാൻ ഗവൺമെന്റിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓർഡറിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ആ കാര്യങ്ങളെ കുറിച്ച് കോർട്ടിൽ പറഞ്ഞിട്ടില്ല. അതായത് നിങ്ങൾ 600 വർഷമായിട്ടുള്ള ആ മസൂദിയും പിന്നെ ആ ചുടുകാടും മൊത്തത്തിൽ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ലാണ്ട് ഓരോ ദിവസവും ഈ BJPയിലെ ആൾക്കാരും RSSലെ ആൾക്കാരും ഇന്ത്യയിലുള്ള ആയിരക്കണക്കിനുള്ള മസൂദികളെ തീർച്ചയായിട്ടും അവർ എടുക്കുമെന്നാണ്, അതായത് ഉറപ്പായിട്ട് എടുക്കുമെന്നാ പറയുന്നത്. ഓപ്പണായിട്ട് അവർ പറയുക. താങ്കളല്ലേ പാർലമെന്റിൽ വളരെ ഓപ്പണായിട്ട് ബാബറി മസ്ജിദ് സിന്ദാബാദ് എന്ന് ഇപ്പോഴും തന്നെ പറയത്തുള്ളൂ, ബാബർ മസൂദി സിന്ദാബാദ് എന്ന്. ഇതിലെന്താണ് സാർ തെറ്റുള്ളത്? ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ അല്ലേ സാർ ഇത്? സാർ, ഞാൻ ഇത് ഇന്ത്യയുടെ പാർലമെന്റിൽ പറഞ്ഞില്ലെങ്കിൽ വേറെ എവിടെയാ പറയേണ്ടത്? മോഡിജി സിന്ദാബാദ് എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ ബാബർ മസൂദി സിന്ദാബാദ് എന്ന് പറയാൻ പാടില്ലേ സാർ? ഞാൻ ഒരു പാപവും ചെയ്തിട്ടില്ലല്ലോ സാർ. ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഇസ്ലാം മതത്തിന് വേണ്ടി ഒരു മസൂദി ഒരിടത്ത് കെട്ടുവാണെങ്കിൽ ഈ ലോകം അവസാനം വരെ ആ മസൂദി അവിടെ തന്നെ ഉണ്ടാവണം. പക്ഷെ അതിനു മുമ്പ് നിങ്ങളത് ഇടിച്ചു കളഞ്ഞില്ലേ? ഞാൻ എന്താ പറഞ്ഞാൽ അത് എപ്പോഴും മസൂദിയായിട്ട് തന്നെ ഇരിക്കുന്നു. ഞാൻ എപ്പോഴാണ് പ്രൊവോക്കേഷൻ ചെയ്തത്? അത് മാത്രമല്ലാണ്ട് ബാബർ മസൂദി എന്ന് പറഞ്ഞ ഒരു കേസ് സ്റ്റഡിയാ. എങ്ങനെയൊക്കെ ഒരു മസൂദി പറിക്കാന്നുള്ളതിനുള്ള ഒരു ക്ലിയർ കേസ് സ്റ്റഡി. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളൊരു മസൂദി കളഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെയുള്ള ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പാർട്ടീസ് മൂലം നമ്മുടെ മസൂദി നമുക്ക് നഷ്ടപ്പെട്ടു. സുപ്രീം കോർട്ടിൽ പോയിട്ട് BJPക്കാർ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, ഞങ്ങൾ സത്യമായിട്ട് ആ മസൂദി തൊടത്തില്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ സുപ്രീം കോർട്ട് ഇതുവരെ ഒന്നും പറഞ്ഞില്ല. കണ്ടം പെറ്റീഷനും പറഞ്ഞിട്ടില്ല ഇതുവരെ. അതിന്റെ ഒപ്പം ക്രിമിനൽ കോർട്ടിലും ആരും ഇതുവരെ കൺവിക്ട് ആയിട്ടില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? ആരും തന്നെ കൺവിക്ട് ആയില്ല. അതിന്റെ ഒപ്പം പാർലമെന്റില് ഏക്നാഥ് ഷിൻഡെ എന്ന് പറയുന്ന പാർട്ടി ലീഡർ നരസിംഹറാവിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അതും എന്ത് കാര്യത്തിന്? ബാബർ മസൂദി ഇടിക്കുന്ന സമയത്ത് നരസിംഹറാവ് എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, ഞാൻ പൂജയിലാണ്, എന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ലെന്ന്. ഇത് അദ്ദേഹമാ പറഞ്ഞ, ഞാനല്ല പറഞ്ഞേ. എന്ത് കഷ്ടമെന്ന് നിങ്ങൾ തന്നെ പറ. അതെല്ലാം സുപ്രീം കോടതിയുടെ വിധിയല്ലേ? പക്ഷെ താങ്കൾ പറയുന്നത് ഇതെല്ലാം ചതിച്ച് ചെയ്ത കാര്യങ്ങളാണെന്നാണ്. സുപ്രീം കോർട്ട് പറഞ്ഞത് നിങ്ങൾ ശരിക്കും അത് മൊത്തത്തിൽ പഠിച്ചിരുന്നാൽ, ആ പറഞ്ഞ ഓർഡറിൽ വന്നതിൽ എന്താ പറഞ്ഞിരുന്നെന്ന് വെച്ചാൽ, ഒരിക്കലും അമ്പലം ഇടിച്ചിട്ടല്ല ഞങ്ങൾ മസൂദി കെട്ടിയെന്നും സുപ്രീം കോർട്ട് ASIയുടെ റിപ്പോർട്ടെല്ലാം ക്യാൻസൽ ചെയ്തു. സുപ്രീം കോർട്ട് പറഞ്ഞത് എന്തുകൊണ്ടാണ് ഞങ്ങൾ തെറ്റെന്ന് പറയുന്നതെന്ന് വെച്ചാൽ, സുപ്രീം കോർട്ട് ഫെയ്ത്ത് ആണ് ബേസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഫെയ്ത്തിന്റെ ബേസിലാണ് കൊടുത്തിരുന്നത്. അപ്പോ ഫെയ്ത്തിന്റെ ബേസിൽ കൊടുക്കുമ്പോ അതിനൊരു എൻഡ് ഇല്ലാണ്ടല്ലേ ഇരിക്കത്തുള്ളൂ. സാറേ, അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ? കോടതി വിധി എന്താന്ന് വെച്ചാൽ, അവിടെ ഒരു വലിയ രാമന്റെ ക്ഷേത്രം നിർമ്മിച്ചു. ലക്ഷക്കണക്കിന് ജനങ്ങളാണ് അവിടേക്ക് പോകുന്നത്. അതങ്ങ് വിട്ടേക്കേ. ഈ വാക്ക് നിങ്ങൾ ആ മറ്റേ ആൾക്കാരുടെ അടുത്തൊന്ന് പോയി പറഞ്ഞു നോക്കിയേ. ഹിറ്റ്ലർ 7 ലക്ഷം യൂതർമാരെയാണ് ഗ്യാസ് ചാമ്പറിലിട്ട് കൊന്നുകളഞ്ഞത്. എല്ലാവർക്കും അറിയാമല്ലോ അത്. 1930 നടന്ന കഥയാണ് 2020 വരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെയാണ് ബാബർ മസൂദിയുടെ കഥ. മരിക്കുന്നവരെ എന്റെ മകന്റെ അടുത്ത് സംസാരിക്കാൻ ഞാൻ പറഞ്ഞു കൊടുക്കത്തുള്ളൂ എന്നാ പറയുന്നേ. കാരണം ഏത് വിധത്തിലാണോ ആ മസൂദി പറിച്ചെടുത്തത്, മറ്റൊരു പ്രാവശ്യം അതുപോലെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ആ മസൂദി പോകാൻ പാടില്ലല്ലോ. ഡിസംബർ 6 ഈ ദിവസം, അതായത് സന്തോഷിക്കേണ്ട ദിവസമാണോ ഇത്? ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? പറയേ. ഒരു പക്ഷേ ഡിസംബർ 6 ഇല്ലെങ്കിൽ സുപ്രീം കോടതിന്റെ ഓർഡർ എന്തായിരിക്കും വന്നിരിക്കുന്നത്? 22 നല്ല ദിവസമാണെന്നാണ് പറയുന്നത്. കാരണം അന്നാണ് രാമക്ഷേത്രം. അത് തന്നെ ഞാനും പറഞ്ഞ, നിങ്ങൾ പറഞ്ഞ കറക്റ്റാ. 17 ഡിസംബർ 1992 പാർലമെന്റില് ബാബർ മസൂദിയുടെ ഡെമോളിഷൻ കണ്ടം ചെയ്തു വെച്ചിരുന്നു. അതിന്റെ ഒപ്പം റെസൊല്യൂഷനില് RSS, വിശ്വ ഹിന്ദു പരിഷത്ത്, ബജ്റംഗ് ദള് കണ്ടം ചെയ്തു. അതുമാത്രമല്ല, ഇത് ബ്ലാക്ക് ഡേ ആണെന്ന് പറഞ്ഞിരുന്നു. ഇപ്പൊ നിങ്ങൾ പാർലമെന്റിന്റെ റെസൊല്യൂഷനെതിരെ മറ്റൊരു റെസൊല്യൂഷൻ കൊണ്ടുവരുവാണെങ്കിൽ, ഞാനും ഇതേ പാർലമെന്റില് ആസ് എ ഇന്ത്യൻ, പ്രൗഡ് ഇന്ത്യൻ, ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, POK ഞങ്ങളുടേതാണ്. POK അപ്പൊ ഞങ്ങളുടേതല്ലെന്ന് നാളെ റെസൊല്യൂഷൻ കൊണ്ടുവരുമോ? നിങ്ങൾ എന്ത് പ്രസിഡന്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഇതൊക്കെ അപ്പൊ തെറ്റല്ലേ? ഇതൊക്കെ വളരെ തെറ്റാ. ഈ ഗ്യാൻവ്യാപി പള്ളിയുടെ കേസിൽ ഹൈക്കോടതിയിൽ നിന്ന് എന്ത് ഉത്തരവ് വന്നെന്ന് വെച്ചാ, അവിടെ ബേസ്മെന്റിൽ പൂജ നടന്നുകൊണ്ടിരുന്നു. 1993 അത് നിർത്തലാക്കി അത് കണ്ടിന്യൂ ചെയ്യാനാണ് കോടതിയുടെ ഉത്തരവ്. ഇപ്പൊ നിങ്ങൾ ഇതിന്റെ ഈ ക്രോണോളജി ഒന്ന് മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. 1949 ഡിസംബർ 29, 30 ബാബർ മസൂദി കൊണ്ട് ശിലയൊക്കെ വെച്ചിരുന്നു. നമ്പർ 1. അതിനുശേഷം നായർ സാർ അതിന് ലോക്ക് ഇട്ട്. നമ്പർ 2, നായർ സാർ അതിനുശേഷം ജനസംഘിന്റെ MP ആയി. അതിനുശേഷം ഡിസംബർ 6 ഇത് ഇടിച്ച് അവർക്ക് ആ സ്ഥലവും കൊടുത്ത്. ഇവിടെ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ, ഇവിടെ വ്യാസ് ഫാമിലി എന്താ വിചാരിച്ചെന്ന് വെച്ചാൽ, ഞങ്ങളുടെ അടുത്ത് 1513 ഡോക്യുമെന്റ് ഉണ്ട്. ഞാനും പറയുന്നുണ്ട് അവിടെ 500 വർഷങ്ങളായിട്ട് ബാബർ മസൂദിയിൽ നമാസ് ചെയ്യുന്നുണ്ട്. നമ്പർ 1, വ്യാസ് ഫാമിലി എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, 93 മുലായം സിംഗ് യാദവ് ഒരു റീസണും ഇല്ലാണ്ട് അവരതങ്ങോട്ട് പൂട്ടിയിട്ടു. ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, നിങ്ങൾ ഞങ്ങളുടെ മസൂദിയാണ് ക്ലോസ് ചെയ്ത് വെച്ചേ. ഇപ്പൊ കോർട്ടിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ പൂജയ്ക്ക് അലൗഡ് ചെയ്യണമെന്നാണ് പറയുന്നത് വരുന്നത്. അപ്പൊ ഞങ്ങളുടെ നമാസ് എന്താ അലോ ചെയ്യത്തെ?
ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, ഒരു പ്രാവശ്യം നഷ്ടപ്പെട്ട എന്റെ കാര്യം മറ്റൊരു പ്രാവശ്യം നഷ്ടപ്പെടാൻ സമ്മതിക്കില്ല. നിങ്ങൾ ഈ കാര്യമൊക്കെ മനസ്സിലാക്കണം. എല്ലാം നഷ്ടപ്പെട്ടതുകൊണ്ട് ഞങ്ങൾ സൂക്ഷിച്ചല്ലേ ഇരിക്കേണ്ടതിന് ശേഷം. അപ്പൊ യുവാക്കളെ പ്രകോപിപ്പിക്കുകയാണ്. ഞാൻ വഴക്കൂടല്ല, ഞാൻ ഉള്ള കാര്യം പറഞ്ഞതാണ് സാർ. ഞാൻ ഉള്ള കാര്യം പറഞ്ഞത്, ഇതെല്ലാം ഞാൻ പറഞ്ഞ കാര്യം ഫാക്റ്റാ. ഞാൻ പറഞ്ഞതെല്ലാം ഫാക്റ്റാണ് സാർ. ശരി 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 സാർ, നിങ്ങളിപ്പോ ഗ്യാൻ വാപ്പിയെ കുറിച്ച് സംസാരിക്കുന്നു. മധുരയിലൊന്ന് പോയി നോക്കിക്കേ, അവിടെ എന്താ സംഭവിക്കുന്നതെന്ന്. 1965 മുസ്ലിംസും ഹിന്ദുസും ഒരു അഗ്രിമെന്റ് ഇട്ടു. മുസ്ലിംസ് 8 ഏക്കർ സ്ഥലമാണ് കൊടുത്തിരുന്നത്. ഹിന്ദുക്കളുടെ സൈഡിൽ നിന്ന് ആരാ അഗ്രിമെന്റ് സൈൻ ഇട്ടതെന്ന് പറഞ്ഞേ നോക്കട്ടെ. പണ്ഡിറ്റ് മദൻ മോഹൻ മാൽവിയ. പണ്ഡിറ്റ് മദൻ മോഹൻ മാൽവിയേക്കാൾ മോഡി എന്താ വലിയ ഹിന്ദു ആണോ? ഒരിക്കലും അല്ല. അദ്ദേഹം അത് സൈൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ 2023 വന്നിട്ട് ആ സ്ഥലം ഞങ്ങളുടെതല്ല, തരാനും പറ്റില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വെറുതെ ചുമ്മാ ഒരു കാര്യമില്ലാണ്ട്. ഈ നാട്ടില് പഴയ കാര്യങ്ങളൊക്കെ ആരാണ് പിന്നെയും തുറന്നെടുക്കാൻ കഴിയുന്നത്? രണ്ട് മതത്തിനെ രണ്ട് വഴിയിലൂടെ ഇങ്ങനെ അയക്കുന്നത് ആരാ? നിങ്ങൾ തന്നെ ഒന്ന് പറയേ, അറിയണമല്ലോ എനിക്ക്. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പ്രസിഡന്റ് അലോക് കുമാറിന്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ വായിച്ചിരുന്നു. അദ്ദേഹം പറയാണ്, ഞങ്ങൾ മുസ്ലിംസിനോട് കേൺ അപേക്ഷിക്കുകയാണ്, ഈ അയോധ്യയ്ക്ക് ശേഷം മധുരയും കാശിയും ഞങ്ങൾക്ക് നൽകുക, വേറൊന്നും ഞങ്ങൾ ചോദിക്കില്ലെന്ന്. ഇതൊക്കെ വെറുതെ സാർ, ഇതൊക്കെ ശുദ്ധമായ നുണയാ. അവരെന്തുകൊണ്ടാ കൊടുക്കാൻ പോകുന്നത്? മസൂദി എന്ന എന്റെ അച്ഛന്റെ സ്വത്താണോ? അതോ മസൂദി എന്റെ അമ്മയുടെ സ്വത്താണോ? ഒന്നുമല്ല, അത് പടച്ചോന്റേതാ. മസൂദിക്ക് ഒരു പേപ്പേഴ്സ് ഉണ്ട്, ഓരോ ഡോക്യുമെന്റ്സ് ഉണ്ട്. ആ കാലം തൊട്ട് ഇങ്ങനെ ആയെന്ന് നിങ്ങൾ എത്ര കാലത്തിന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ പോകുന്നത്? ഇപ്പൊ പുഷ്വാമിത്ര സംഘത്തിന്റെ അടുത്ത് നിന്ന് ആരാണ് നീതി മേടിച്ചു തരാൻ പോകുന്നത്? പുഷ്വാമിത്ര സംഘ പല ബുദ്ധമതത്തിന്റെ ശിലയാണ് പൊട്ടിച്ചു കളഞ്ഞത്. അതിനുള്ള നീതി നിങ്ങളിപ്പോ ചോദിക്കണം. നിങ്ങൾ മുഗൾ രാജാനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പൊ വിശ്വാമിത്ര സംഘ എന്താണ് ചെയ്യേണ്ടത്? അദ്ദേഹത്തിനെ കുറിച്ച് ആരും ഒന്നും സംസാരിക്കുന്നില്ലല്ലോ. നമ്മുടെ നാട്ടില് മുഗൾസ് ഉള്ളവരെ, പുഷ്വാമിത്ര സംഘം ഉള്ളതുവരെ അപ്പോ ജനനായക സംഘം ഉണ്ടായിരുന്നോ? രാജാക്കന്മാരുടെ കാലത്ത് റൈറ്റ് ടു ഈക്വാലിറ്റി ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. ഞങ്ങളുടെ അടുത്ത് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരമാണ് ഞങ്ങൾ എല്ലാം ചെയ്യുന്നത്. ആ അഗ്രിമെന്റിൽ പണ്ഡിറ്റ് മദൻ മോഹൻ മാൽവിയ അഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് അതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലെന്നാണ് പറയുന്നത്. താങ്കൾ ബാബറി മസ്ജിദിന് സിന്ദാബാദ് എന്ന് പറയുന്നതുകൊണ്ടാണ് താങ്കളെ ബാബറിന്റെ മകനെന്ന് അവർ വിളിക്കുന്നത്. ഇല്ല, നോക്കിയേ, ഞാൻ ഇതാ പറയുന്നത്. ഇത്രയും നേരം ഞാൻ പറഞ്ഞ ഇതാ. വേണമെങ്കിൽ എന്റെ DNA നിങ്ങൾ എടുത്ത് ടെസ്റ്റ് ചെയ്തോളൂ. നരേന്ദ്രമോദിജി ഒന്ന് ടെസ്റ്റ് ചെയ്യൂ. RSS ആൾക്കാരുടെയും ചെയ്യൂ. ആരാണ് ആര്യൻ, ആരാണ് ഈ നാട്ടിലുള്ള ആളെന്ന് നിങ്ങൾക്ക് പിന്നെ അറിയാമല്ലോ. ഞാൻ എന്താ ബാബറിന്റെ സ്പോക്സ് പേഴ്സൺ ആണോ? അപ്പൊ നരേന്ദ്രമോദി ആരാ? BJPയുടെ നാത്തുരാമന്റെ സ്പോക്സ് പേഴ്സൺ ആണോ എന്നാ പറയുന്നത്? ഒരുപക്ഷെ ഞാൻ ബാബറിന്റെ സ്പോക്സ് പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തിന്റെ സ്പോക്സ് പേഴ്സൺ ആയാലേ, നാഥരാം ഗോഡ്സെയുടെ സ്പോക്സ് പേഴ്സൺ ആയാലേ നിങ്ങൾ അങ്ങോട്ട്. അല്ല, ശരിക്കും പറയണമെങ്കിൽ എനിക്കും ബാബറിന് എന്താണ് സംബന്ധം? ഔറംഗസീബിനൊപ്പം എനിക്ക് എന്താ സംബന്ധം? ജിന്നയോടൊപ്പം എന്താണ് എനിക്ക് സംബന്ധം? ഒരു ബന്ധമില്ലെന്ന് പറയുന്നു. ഒരുപക്ഷെ ബന്ധമുണ്ടെങ്കിൽ താങ്കളുടെ സഹോദരൻ അക്ബറുദ്ദീൻ ഔറംഗസീബിന്റെ കല്ലറയിലേക്ക് പോയി അവിടെ തുണിയൊക്കെ നൽകി പൂവൊക്കെ നൽകിയിരുന്നല്ലോ. ഔറംഗസീബിന്റെ കൂടെ ഒരു ഞാൻ ബന്ധം. നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞുതരാം. നിങ്ങൾ പോയി ഇന്റർനെറ്റ് ഒന്ന് തുറന്നു നോക്കൂ. അവിടെ പടച്ചോന്റെ ഭക്തന്റെ ഒരു കല്ലറയുണ്ട്. മേ ബി ഖുറാനുദ്ദീൻ കരീബ്, അത് സസർ ഇബാദ് റഹ്മത്തുള്ള. അതുകൊണ്ട് അവരങ്ങോട്ട് പോയത്. മീഡിയ ഒക്കെ അങ്ങോട്ട് വരുവാണെന്നറിഞ്ഞ് അവരവിടെ ഫാത്തിയ ചെയ്തിട്ട് അവരവിടുന്ന് പോയി. അതൊരു ASI പ്രൊട്ടക്റ്റഡ് മോണുമെന്റ് ആണ്. വേണമെങ്കിൽ എടുത്തോളൂ. അതെന്തിനാ ഇത്രയും വലിയൊരു പ്രശ്നമായിട്ട് മാറ്റുന്നത്? ഫാത്തിയല്ലേ ചെയ്തുള്ളൂ, വേറെ എന്താണ് ചെയ്തത് അവര്? ഷടാ, അവരെന്തോ ഈ കാണിച്ചല്ലോ എന്ന് പറഞ്ഞ്. ഇല്ലില്ല, അല്ല, മോദിജി ബാദുഷാ ഷഫറിന്റെ കല്ലറയിലോട്ട് പോയി ശരിയാണോ? അത് നിങ്ങൾ പറ. ദേവേന്ദ്ര ഫട്നാവിസ് എന്താ പറയുന്നതെന്ന് വെച്ചാ, മഹാരാഷ്ട്രയിൽ ഔറംഗസീബിന്റെ മക്കൾ ജനിച്ചിട്ടുണ്ടെന്ന്. ആരുടെ തീരുമാനത്തിലാണ് ഇവരൊക്കെ ജനിച്ചെന്ന് അറിയില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. സമൂഹത്തിൽ അതുകൊണ്ട് ടെൻഷൻ കൂടിക്കൊണ്ടേ പോകുന്നു. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ദേവേന്ദ്ര ഫട്നാവിസ് ഒരു ബ്രാഹ്മണനാണ്. തന്നെ എന്തൊക്കെ കാണിക്കണമെന്ന് വിചാരിക്കുന്നു. എല്ലാരും താൻ തന്നെ വിളിച്ചോണ്ട് പോകണമെന്ന് വിചാരിക്കുന്നത്. എല്ലാവരുടെ പ്രശ്നവും അത് തന്നെയാ. മോഡിക്ക് ശേഷം അദ്ദേഹം ആയിരിക്കും പ്രൈം മിനിസ്റ്റർ എന്നുള്ള വിചാരമാണ് അദ്ദേഹത്തിന്. അതുകൊണ്ട് അദ്ദേഹം ഈ ലാംഗ്വേജ് ഇങ്ങനെ ഉപയോഗിച്ചേ പറ്റുള്ളൂ. പിന്നെ അതിനുശേഷവും ശിവാജി എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചോണ്ടിരിക്കുന്നത്. ശിവാജി ആഗ്ര ഫോർട്ടിൽ നിന്ന് ഓടുന്ന സമയത്ത് മുസ്ലിംസിനോടൊപ്പമാണ് ഓടിയത്. ശിവാജിയുടെ ബീരങ്കി ഓടിക്കുന്ന ആള് ഒരു മുസൽമാനാണ്. ശിവാജിയോടൊപ്പം കുറെ മുസ്ലിംസ് ഉണ്ടായിരുന്നു. പക്ഷേ ശിവാജിയും ഒരു മുസ്ലിമിനെ കുത്തി കൊന്നിട്ടുണ്ട്. അതേ സത്യവാ. അബ്സല്യൂട്ട്ലി കറക്റ്റ്, ശരിയായിട്ടാ പറഞ്ഞത്. ഓക്കെ സർ, ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യൂ, പിന്നെ കൈത്തട്ടത്. ഞാൻ പറയുന്നത് കേൾക്കാദ്യം. ശിവാജി അഫ്സൽ ഖാനെ കത്തിയും കൊണ്ട് കുത്തുന്ന സമയം ശിവാജിയുടെ പിന്നാലെ സേഫ്റ്റിക്ക് നിന്നത് ഒരു മുസൽമാൻ തന്നെ ആയിരുന്നു. അല്ല, ഇതൊന്നും ആരും പറയത്തില്ലേ? നിങ്ങൾ ഒരുപക്ഷെ ഇങ്ങനെ സെലക്റ്റീവ്ലി ഒക്കെ എടുത്തു പറഞ്ഞിരുന്നാൽ എനിക്കും കുറച്ച് ഹിസ്റ്ററി ഒക്കെ അറിയാവുന്നേ. ശിവാജിയുടെ പിന്നാലെ നിന്നോണ്ടിരുന്ന ഒരു മുസൽമാനാണ്. ശരി, ശിവാജി എന്താണ് ചെയ്തത്? അഫ്സൽ ഖാനെ കൊന്നതിനു ശേഷം ഇസ്ലാമിക മതപ്രകാരം ഇദ്ദേഹത്തിന് എന്ത് ചെയ്യണോ അത് ചെയ്യണം. അത് ശിവാജിയുടെ ഒരു വലിയ മനസ്സാണ്. ഇപ്പൊ ഉള്ളവരുടെ മനസ്സ്, നിങ്ങൾ ആ വലിയ മനസ്സ് നോക്കണം. കല്ലറയൊക്കെ അടിച്ചു പൊട്ടിക്കുക. ഇതാണോ വലിയ മനസ്സ്? അതിനെയാണ് പറയുന്നത്. ശിവാജിയുടെ പിന്നിൽ മുസ്ലിങ്ങൾ എങ്ങനെ സംരക്ഷിക്കപ്പെട്ടോ അതുപോലെ മോദിയുടെ പിന്നിൽ OWC നിൽക്കാമല്ലോ.
ഈ വഴക്കിന്റെ അവസാനം കാണുമല്ലോ. ഇങ്ങോട്ടോക്ക്. ഞാൻ പറയുന്ന കേൾക്ക്. കടലിന്റെ രണ്ട് കരകളും ദാ ഇങ്ങനെ ഒരുമിച്ച് ചേരത്തില്ല. കടലിലുള്ള കരകളൊന്നും ഒരുമിച്ച് ചേരാൻ കഴിയില്ല. ഞാൻ ആരുടെ പിന്നാലെയും പോയി നിൽക്കാനായിട്ടല്ല ജനിച്ചേ, മനസ്സിലായോ? എന്റെ നാട്ടിന്റെ പ്രധാനമന്ത്രി എന്റെ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കണം. സൊസൈറ്റിയിൽ പുറകിലോട്ടുള്ളവരോട് കൂടെ നിൽക്കണം. അവര് പറയുന്ന ഓരോ കാര്യവും അദ്ദേഹം കേൾക്കണം. അവരെ ഒന്നും വെറുക്കാൻ പാടില്ല. അവരെയും തന്റെ സ്വന്തം മനുഷ്യരായിട്ട് കാണണം. ഇതാണ് പ്രധാനമന്ത്രിയുടെ അടുത്ത് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വേറൊന്നുമല്ലോ. ഫൈനൽ റൗണ്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം ചോദിക്കണമെങ്കിൽ ചോദിക്കാം. OYC സർ, ഞാൻ നിങ്ങളോട് ചോദിക്കാൻ വിചാരിക്കുന്ന ചോദ്യം എന്തെന്നാൽ, നിങ്ങൾ എപ്പോഴോ പർദ്ദ ധരിച്ച ഒരു സ്ത്രീയെ നാടിന്റെ പ്രധാനമന്ത്രിയെ കാണണമെന്ന് ആഗ്രഹിച്ചല്ലോ. താങ്കൾ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ വിചാരിക്കുന്നത്? ഇപ്പൊ പറയുന്നില്ല ഈ ഹിജാബൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഈ തലച്ചോറൊക്കെ വർക്കാവണ്ടാവുന്നു. അതൊന്നുമല്ല, അതൊരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല. ഇതൊക്കെ ഹിജാബിട്ട പെങ്കൊച്ചുങ്ങളൊക്കെ ബാക്ക്വേർഡ് ആണ്, അപ്രസ്റ്റ് എന്നൊക്കെ പറഞ്ഞാണ് എല്ലാവരും വിചാരിക്കുന്നത്. അവരാണ് അവരുടെ തലച്ചോറ് കവർ ചെയ്ത് വെച്ചേക്കുന്നത്. ഒരു പക്ഷേ സത്യമായിട്ട് ഇങ്ങനെ സംഭവിക്കുമെങ്കിൽ യമനിലുള്ള ഒരു മുസ്ലിം പെങ്കൊച്ച് ഹിജാബ് ഇട്ടിട്ടാണ് നോബൽ പ്രൈസ് മേടിച്ചത്. തലച്ചോറില്ലാത്തവർക്കാണ് ഈ നോബൽ പ്രൈസ് ഒക്കെ കൊടുക്കുന്നത്. സൊസൈറ്റിയിൽ ഈ മറ്റേ ഒട്ടും ബലമില്ലാണ്ട് ധൈര്യമില്ലാണ്ടിരിക്കുന്നവര്, മുസ്ലിം പെങ്കൊച്ചുങ്ങളൊക്കെ ധൈര്യമായിട്ടിരിക്കണം. നിങ്ങൾ എപ്പോഴെങ്കിലും എന്റെ നാട്ടിന്റെ സൈഡിലോട്ടൊക്കെ വന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ഹിജാബ് ഇട്ടോണ്ട് ഹെൽമെറ്റ് ഇട്ടോണ്ട് ബുള്ളറ്റ് ഓടിച്ചോണ്ട് പോകുന്ന പെണ്ണുങ്ങളെ കാണാം. ബുർക്കൊക്കെ ഇട്ടോണ്ട് ഓടിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനും ആശ്ചര്യപ്പെട്ട് നോക്കി ബുള്ളറ്റ് എങ്ങനെയാ ഓടിക്കുന്നതെന്നൊക്കെ. അതിനവരെന്നെ നോക്കി നിങ്ങൾക്ക് എന്താ പ്രശ്നം ചോദിക്കുക. ഒരു പ്രശ്നമില്ല, വളരെ സന്തോഷം. യോഗി ആദിത്യനാഥ് എന്താ പറയുന്നത് വെച്ചാൽ, ഏത് സ്ത്രീയെ നിങ്ങൾ ഹിജാബിനുള്ളിൽ അടക്കി വെക്കണമെന്ന് കരുതുന്നുവോ ആ സ്ത്രീകളെ അങ്ങനെയല്ല. ഞങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടില്ല. ആരെയും അങ്ങനെ അറസ്റ്റ് ചെയ്തിട്ടില്ല. BJPയുടെ മുസ്ലിം മീറ്റിംഗ് നടക്കുന്ന സമയത്ത് നിങ്ങൾ 200-300 ബുർക്കയിട്ട പെണ്ണുങ്ങളെ ഒക്കെ പിടിച്ചിരുത്തുന്നല്ലോ. അതെന്തുകൊണ്ടാ? എന്തുകൊണ്ടാ ഇരുത്തുന്നത് അങ്ങനെ? ഇതൊക്കെ വെറുതെ കാണിക്കാനായിട്ടാ ഇവരും ഞങ്ങളുടെ ഒപ്പം ഉണ്ടെന്ന്. അവരെ വിളിച്ചോണ്ട് വന്ന് ഇരുത്തുന്നത് നാടിന് വേണ്ടി കാണിക്കാനായിട്ടൊന്നും അല്ല ഈ കാര്യമൊക്കെ. അവരത് ഗൾഫിന്റെ രാജാക്കന്മാർക്ക് കാണിക്കാനാ. എന്തോ ഒരു മുസ്ലിംസ് ആയിരിക്കുന്ന ചോദിക്കേ. അമേരിക്കയിലോട്ട് കാണിക്കാനാ. നിങ്ങൾക്ക് മുസ്ലിംസിനെ മേത്ത് ശരിക്കും സ്നേഹം ഉണ്ടെങ്കിൽ അവരൊന്ന് MP ആക്കൂ. അറ്റ്ലീസ്റ്റ് ഒരു ടിക്കറ്റ് കൊടുക്ക്. MP ആക്കൂ, മിനിസ്റ്റർ ആക്കൂ. അതൊന്നും ചെയ്യത്തില്ല. അദ്ദേഹം എന്താ പറയുന്നത് വെച്ചാൽ, ഞങ്ങൾ സ്ത്രീകൾക്ക് ബഹുമാനം നൽകുന്നു, സ്ത്രീകളെ ലിബറേറ്റ് ചെയ്യുന്നു, അവരെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുവെന്ന്. ആർമിയിൽ ജോയിൻ ചെയ്യണോ, എഞ്ചിനീയർ ആണോ, ഡോക്ടർ ആണോ, ഇതെല്ലാം ആണോ? നിങ്ങൾ ആൾക്കാരൊക്കെ ഷൂട്ട് ചെയ്യുമല്ലേ? ബുൾഡോസറും കൂടെ കയറ്റി വീടും കൂടെ പൊട്ടിക്കുന്നു. പെണ്ണുങ്ങളുടെ പേര് ഉപയോഗിച്ച് അലഹാബാദില് ഹസ്ബൻഡ് അടുത്ത് നോട്ടീസ് കൊടുത്ത് വീട് പൊട്ടിക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്താൽ പിന്നെ നിങ്ങൾ പറയുന്ന ഏത് വാക്കാണ് ഞാൻ വിശ്വസിക്കേണ്ടതെന്നൊന്ന് പറയേ. सितमगर तुझसे उम्मीदें वफा होगी जिन्हें होगी, हमें तो देखना यह है कि तू जालिम कहां तक है. OYC സാർ, താങ്കളുടെ എല്ലാ രീതിയിലുള്ള ചോദ്യങ്ങളും ഞങ്ങൾ ചോദിച്ചു. താങ്കളുടെ സ്വഭാവം എങ്ങനെയാണോ ആ ഒരു ആത്മവിശ്വാസത്തോടുകൂടി ഉത്തരവും നൽകി. ഒരു ചോദ്യത്തിന് ഉത്തരം നൽകാതെ പോയില്ല. ഒരു ചെറിയ ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ ജഡ്ജിയോട് ഇവിടെ നടന്ന കേസിന്റെ വിധി എന്താണെന്ന് നമുക്ക് ചോദിക്കാം. വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ വിചാരണ നടത്തിക്കൊണ്ടിരിക്കുന്നത് ബാരിസ്റ്റർ അസദുദ്ദീൻ ഓവൈസിയോടാണ്. അദ്ദേഹത്തോട് നമ്മൾ ജീവിതം എങ്ങനെയാണ് തുടങ്ങിയെന്ന് ചോദിച്ചു, രാഷ്ട്രീയത്തെക്കുറിച്ച് ചോദിച്ചു, അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പിൾസിനെ കുറിച്ചും ചോദിച്ചു, വിമർശനം ഉണ്ടാക്കിയ അദ്ദേഹത്തിന്റെ പ്രസംഗത്തെക്കുറിച്ചും ചോദിച്ചു. സോ ആപ്കി അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ ജഡ്ജ് ഹിന്ദുസ്ഥാൻ ടൈംസിന്റെ സീനിയർ ജേർണലിസ്റ്റ് കുങ്കും ചദ്ദയുടെ വിധിന്യായം നമുക്ക് കേൾക്കാം. OYC സർ, നിങ്ങളുടെ കമ്മ്യൂണിറ്റിയുടെ വളരെ ഉറച്ച ശബ്ദമാണ് നിങ്ങൾ. അദ്ദേഹം സംസാരിക്കുമ്പോൾ എല്ലാരും ശ്രദ്ധിച്ചു കേൾക്കുന്നുണ്ട്. എവരിവൺ ലിസൺസ് വെൻ OYC സർ സ്പീക്ക്. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നേരുണ്ട്, ഒപ്പം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ അഗ്രഷൻ, ഒപ്പം ഒരു ഫയറി എലമെന്റുമുണ്ട്. അതാണ് അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി. സോ അഗ്രഷനെ നമ്മൾക്ക് അദ്ദേഹത്തിൽ നിന്നും പിരിക്കാനാവില്ല. ഇറ്റ് ഈസ് ലൈക്ക് സെഗ്രിഗേറ്റിംഗ് ഫയർ ഫ്രം വുഡ് ഓർ taking away the trees from the forest, so to speak. Rajit Sharma is very sharp. He is of course the colleague and straightforward. ഒപ്പം ധൈര്യമായ മനുഷ്യൻ. അതുകൊണ്ട് ഇന്ന് നടന്ന ഡിബേറ്റ് അല്ലെങ്കിൽ വിവാദമെന്ന് പറയാം, ഇതൊരു ലെവൽ പ്ലേയിങ് ഫീൽഡിലായിരുന്നു. അറ്റ് ദ സെയിം ലെവൽ. സോ തീരുമാനം നൽകുന്നത് കഷ്ടമാണ്. OYC സർ എല്ലാ വിഷയങ്ങളിലും എല്ലാ ചോദ്യങ്ങൾക്കും സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് ഉത്തരം പറഞ്ഞു. അതുകൊണ്ട് ഈ കോർട്ട് ഒരേ ഒരു തീരുമാനമാണ് പറയുന്നത്. അദ്ദേഹത്തിന് തന്റെ വാക്കുകളിൽ അല്പം സമാധാനമുണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. നിങ്ങളെ ഈ വിവാദത്തിൽ നിന്നും റിലീസ് ചെയ്യുന്നു. അസദുദ്ദീൻ ഓവൈസി സാർ ഇതുപോലെ തന്നെ
ജനങ്ങൾക്ക് സേവനം ചെയ്തുകൊണ്ടേയിരിക്കണം. പൊതുജനങ്ങളുടെ പ്രശ്നങ്ങളിലെല്ലാം അദ്ദേഹം തലയിട്ടുകൊണ്ടേയിരിക്കണം. എല്ലാവർക്കും സമന്യായം വാങ്ങിച്ചു കൊടുക്കണം. ആ വിശ്വാസത്തോടുകൂടി ഇന്ന് അബ്കി അദാലത്തിന്റെ ഈ എപ്പിസോഡ് ഫിനിഷ് ചെയ്യുകയാണ്. അടുത്ത പ്രാവശ്യം മറ്റൊരു അതിഥിയോടൊപ്പം നിങ്ങളെ വന്ന് കാണുന്നതാണ്. നിങ്ങൾക്കെല്ലാവർക്കും എന്റെ നമസ്കാരം.